ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുസുന്നത്ത് ജമാഅത്തിന്റെ ലോകജാലകം, സുന്നി ഗ്ലോബൽ വോയിസ് എന്നും മുസൽമാന്റെ നെഞ്ചകം. അറിവിൻ തരംഗമായി ദഅവത്തിനു പൂരണം, മമ മാനസങ്ങൾ നെഞ്ചിലേറ്റി ധർമ്മ പ്രവാഹം. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 ദിവസമായിട്ട് കമ്പ്യൂട്ടർ കേടായിരുന്നു. അൽഹംദുലില്ലാഹ് കുട്ടികൾ ഒക്കെ കൊണ്ടുപോയൊക്കെ കേടൊക്കെ തീർത്ത് ഒക്കെ റാഹത്തായി എന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ കുഴപ്പമൊന്നും കാണുന്നില്ല. അതുകൊണ്ടാണ് ഇന്നലെ വരാൻ കഴിയാറില്ല. മിനിയാന്ന് വന്നത് തന്നെ വേറൊരു സുഹൃത്ത് ലാപ്ടോപ്പ് കൊണ്ടുവന്ന് ഇടക്ക് തന്നതായിരുന്നു. അതിലാണെങ്കിൽ സാധാരണ ക്ലാസ് എടുത്ത് എനിക്ക് പരിചയമില്ല. അപ്പോൾ കുറച്ച് പേരിന് മിനിയാന്ന് ക്ലാസ് എടുത്തു. ഇന്നലെ പിന്നെ ഒന്നും നടന്നില്ല. ഏതായാലും ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ കേടുകളൊക്കെ തീർത്തു കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കുട്ടികൾ. അല്ലാഹു തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. കാരണം ഫാന് വാങ്ങി മാറ്റിവെച്ച് നന്നാക്കി ഒക്കെ കൂലിട്ടണമെങ്കിൽ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് അവരെ വക ചെയ്തതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികൾക്കൊക്കെ അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ, ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട മഞ്ചാടി പറഞ്ഞതുപോലെ ഇനിയും യാസീൻ ഓതുന്നവർക്ക് ഓതാ, പുതിയതായിട്ട് ഖത്തം ഓതുന്നവർക്ക് ഓതാ, തഹ്ലീൽ ചെല്ല ഒക്കെ ചെല്ല. ഇപ്പൊ അറിയിക്കാൻ പറഞ്ഞെങ്കിലും 40ന്റെ അന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് രണ്ടാമത് കാര്യമായി തന്നെ ദുആ ചെയ്യും. അപ്പൊ അന്ന് അതിലേക്ക് നമുക്ക് പങ്കെടുക്കാൻ എല്ലാവരും കഴിയുന്നത്ര തഹ്ലീലുകളും യാസീനുകളും ഖത്തുമുകളും ഒക്കെ ഓതുന്നത് വളരെ നല്ലതാണ്. ഓതിയതിന്റെ കൂലി നമുക്ക് കിട്ടും ചെയ്യും. അങ്ങനെ നമ്മൾ ആർക്കാണോ ഹദിയാക്കുന്നത് അവർക്കും അതിന്റെ പ്രതിഫലം കിട്ടും, അവരുടെ ദുആ ബർക്കത്തും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒഴിവ് പോലെ കഴിയുന്നത്ര 40 ആകുമ്പോഴേക്ക് സുഹൃത്തുക്കളൊക്കെ കഴിയുന്നത്ര എന്താണോ യാസീനോ ഹത്തുമോ അതല്ലെങ്കിൽ തഹ്ലീലോ എന്തോ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ചെയ്യാനും നന്നായി ജീവിച്ച് നല്ല അവസ്ഥയിൽ മരണപ്പെടാനും നല്ലവരോടുകൂടി പരലോകത്ത് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ മഹാന്മാരായ അംബിയ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇനിയാന്ന് നമ്മൾ സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലെ സുന്നത്ത് മാത്രം ചുരുക്കി ഓതി നിർത്തിയതാണ്. ഇന്ന് നമുക്ക് ഒടുവിലെ അത്തഹിയാത്ത്, അനന്തരമുള്ള സ്വലാത്ത്, അതിന്റെ ഇരുത്തം, അതുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് ഇന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഓതാനുള്ളത്. സുനനു തശഹുദി വസ്വലാത്തി വൽ ഖുഊദി ലഹുമാ. അത്തഹിയാത്തിന്റെയും സ്വലാത്തിന്റെയും അതിനുവേണ്ടി ഇരിക്കുന്നതിന്റെയും സുന്നത്തുകൾ ആണ് എന്ന് പറയുന്നു. ഒന്ന് അത്തവറുക്കു. മിനിയാന്നത്തെ പാഠത്തിൽ നമ്മൾ ഇഫ്തിറാഷിനെ പറ്റി പറഞ്ഞു. ഇടയിലെ അത്തഹിയാത്ത്, സുജൂദിന്റെ ഇടയിലെ ഇരുത്തം, ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, സഹ്വിന്റെ സുജൂദ് ഉണ്ടെങ്കിൽ അവസാനത്തെ അത്തഹിയാത്തിലെ ഇരുത്തം, മസ്ബൂക്ക് പിന്തുടർന്നവൻ ഇമാമിനോട് ചേർന്നുകൊണ്ടിരിക്കുന്ന ഇമാമിന്റെ അവസാനത്തെ ഇരുത്തം, ഈ സന്ദർഭങ്ങളിലൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് സുന്നത്ത് എന്ന് നാം അന്ന് പറയുകയുണ്ടായി. ഇനി തവറുക്കിന്റെ ഇരുത്തം എന്ന് പറയുന്ന
അവസാനത്തെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുന്ന ഇരുത്തത്തിന്റെ രീതി അതാണ് പറയുന്നത്. തവറുക്കിന്റെ ഇരുത്തമാണ് അവസാനത്തെ അത്തഹിയാത്തിലും സ്വലാത്തിലും ഇരിക്കേണ്ടത്. എന്നാൽ ഇതാ കാന, ഈ നിസ്കരിക്കുന്ന വ്യക്തി ആയിരുന്നാൽ ഒഴികെ മസ്ബൂക്കൻ, പിന്തി തുടർന്ന ആളാണ്. അപ്പൊ ഇമാം അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുകയാണ്. ആ ഇരുത്തത്തിൽ ഇമാമിന്റെ കൂടെ മൗമൂം ഇരിക്കുന്നു. പക്ഷെ ഈ മൗമൂം പിന്തി തുടർന്ന ആളാണ്. അയാളുടെ അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമല്ല ഇത്, ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്തിന്റെ ഇരുത്തമാണ്. ഇവിടെ ഇമാമ് തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുന്നുണ്ടെങ്കിലും ഈ പിന്തി തുടർന്ന മൗമൂമ് തവറുക്കിന്റെ ഇരുത്തം അല്ല ഇരിക്കേണ്ടത്, ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. അപ്പൊ ഇമാമിനോട് യോജിക്കണം എന്ന് പറഞ്ഞ ഇരുത്തത്തിന്റെ രൂപത്തിൽ അല്ല, ഇരുത്തത്തിലും ആ ഇരുത്തത്തിൽ ഓതുന്ന തഹിയ്യാത്തു സ്വലാത്ത് ദുആ പോലത്തെ കാര്യങ്ങളിലുമാണ് ഇമാമിനോട് യോജിക്കേണ്ടത്, ഇരുത്തത്തിന്റെ രൂപത്തിൽ അതല്ല. അതിന്റെ കാരണം ഈ ഒടൂൽ അത്തഹിയ്യാത്തിന്റെ ഇരുത്തമാവുന്ന തവറുക്കിന്റെ ഇരുത്തം എന്നത് ഒരു ഒതുങ്ങിയിരിക്കുന്ന ഇരുത്തമാണ്. അതേ സമയത്ത് നേരത്തെ പറഞ്ഞ ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നത് അല്പം ധൃതിയുള്ള ആളുകളുടെ ശൈലിയാണ്. അപ്പോ ഈ ഇരുത്തത്തിൽ നിന്ന് മസ്ബൂക്ക് നൃത്തത്തിലേക്ക് എഴുന്നേൽക്കണമല്ലോ. അപ്പൊ എഴുന്നേൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥയോട് യോജിപ്പ് ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ്. അതുകൊണ്ട് തന്റെ അവസ്ഥയോട് യോജിക്കുന്ന ഇഫ്തിറാഷിന്റെ ഇരുത്തം ഇരുന്നാൽ മതി. ഇമാം അവസാനത്തെ തഹിയ്യാത്തിന്റെ ഇരുത്തമാണല്ലോ ഇരിക്കുന്നത് എന്നതിലേക്ക് നോക്കേണ്ടതില്ല. അതുമല്ലെങ്കിൽ ഔകാന അലൈഹി, ഈ നിസ്കരിക്കുന്ന വ്യക്തിയുടെ മേൽ ഉണ്ടായാൽ ഒഴികെ സുജൂദ് സഹ്വിൻ, സഹ്വിന്റെ സുജൂദ്. ഇപ്പൊ ലാസ്റ്റ് അവസാനത്തെ അത്തഹിയ്യാത്ത് തന്നെയാണ് ഇവനെ സംബന്ധിച്ച്. എങ്കിലും അത്തഹിയ്യാത്ത് ഓതിക്കഴിഞ്ഞാൽ സലാം വീട്ടുകയല്ല ചെയ്യുന്നത്, സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും അപ്പോ ഇമാമിന്റെ ഒടുവിൽ അത്തഹിയ്യാത്തിൽ പിന്തുടർന്നവൻ ഇരിക്കുന്ന ഇരുത്തവും സഹ്വിന്റെ സുജൂദ് ചെയ്യേണ്ടതുള്ള വ്യക്തി അവസാനത്തെ തഹിയ്യാത്തിന്റെ ഇരുത്തവും ഫയഫ്തരിഷു, ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. ആദ്യത്തെ തഹിയ്യാത്തിന്റെ ഇരുത്തം പോലെ തന്നെ വലത്തെ കാലിന്റെ വിരലുകളുടെ പള്ള വെച്ച് വലത്തെ കാൽ നാട്ടി നിർത്തി ഇടത് കാല് പരത്തി വെച്ച് അതിന്റെ മടമ്പിനോട് അടുത്ത ഭാഗത്ത് ഇരിക്കുക എന്ന രീതിയാണ് അവരിരിക്കേണ്ടത്. കസായിരി ജൽസാത്ത് സ്വലാത്തി മറ്റ് എല്ലാ ഇരുത്തങ്ങളും നിസ്കാരത്തിൽ വരുന്ന ഇരുത്തങ്ങളൊക്കെ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണല്ലോ. ഉടൂൽ അത്തഹിയ്യാത്തിലും ഈ രണ്ട് രീതിയിൽ മസ്ബൂക്കിന്റെ ഇരുത്തത്തിലും സഹ്വിന്റെ സുജൂദ് സുന്നത്തുള്ളവന്റെ ഇരുത്തത്തിലും ഇഫ്തിറാഷാണ്. എന്നാൽ തമ്മിൽ എന്താ വ്യത്യാസം? തവറുക്കിന്റെ ഇരുത്തം എന്നത് ഇഫ്തിറാഷി, ഏകദേശം ഇഫ്തിറാഷിന്റെ ഇരുത്തം പോലെ തന്നെ. അതായത് വലത് കാല് നാട്ടി നിർത്തണം, വിരലിന്റെ പള്ളകൾ നിലത്ത് വെച്ച് വിരലിന്റെ തല കിബിലയിലേക്ക് മുന്നിടുന്ന നിലക്ക് വലത് കാൽ നാട്ടി നിർത്തുക. എന്നിട്ടോ ഒരു വ്യത്യാസം ലാക്കിൻ, പക്ഷേ യുഖ്രിജു യുസ്റാഹു, ഇടത് കാലിനെ പുറപ്പെടുവിക്കണം, മിൻ ജിഹത്തി യുംനാഹു, വലതുവശത്തിലൂടെ, എന്നാൽ വലത്തെ കാലിന്റെ അടിയിലൂടെ ഇടത്തെ കാലിനെ പുറത്തേക്ക് പുറപ്പെടുവിക്കുക. എന്നിട്ട് വരിക്കഹു, അവന്റെ ചന്തി ചേർത്തി വെക്കുക, ബില്ലർളി, ഭൂമിയിൽ. ഇരിപ്പിടം എന്നൊക്കെ അർത്ഥം വെക്കലുണ്ട്. അങ്ങനെയൊന്നും അർത്ഥം വെച്ചാല് അത് പൗതി ആൾക്ക് മനസ്സിലാവും, പൗതി ആൾക്ക് മനസ്സിലാവില്ല. അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. വരിക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഇരുത്തത്തിന് തന്നെ തവറുക്ക് എന്ന് പേര് പറഞ്ഞത്. ചന്തി നിലത്തൂന്നിയിരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് തവറുക്കിന്റെ ഇരുത്തം എന്ന് ആ ഇരുത്തത്തിന് പേര് പറയുന്നത്. മനസ്സിലായോ? വലതു ഭാഗത്തിലൂടെ വലത്തെ കാല് നാട്ടി നിർത്തിക്കാണല്ലോ, അതിന്റെ അടിയിലൂടെ കാലിന്റെ തല പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് വരിക്കഹു, തന്റെ ചന്തിക്കെട്ടിനെ ചേർത്തുക, ബില്ലർദി, ഭൂമിയിൽ. ചന്തി നിലത്തൂത്തിയിരിക്കുന്ന ഇരുത്തായതുകൊണ്ട് ആ പേര് എന്നെ തവറുക്ക് എന്നതിന് വന്നത്. ഈ ഇരുത്തമാണ് ഒടൂൽ അത്തഹിയ്യാത്തിൽ സലാം വീട്ടുന്ന അത്തഹിയ്യാത്തിൽ ഇരിക്കേണ്ടത്. ഒടൂൽ അത്തഹിയ്യാത്ത് എന്ന് പറയുമ്പം ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു രണ്ടത്തഹിയ്യാത്തുള്ള നിസ്കാരത്തിൽ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇഫ്തിറാഷിന്റെ ഇരുത്തവും അവസാനത്തെ അത്തഹിയ്യാത്തിൽ തവറുക്കിന്റെ ഇരുത്തവും ഇരിക്കണം എന്നറിയും. അതിന് കാരണം എന്താ? ഈ അവസാനത്തത് എന്നാണ് ഇരുത്തത്തിൽ നിന്നുള്ള അവസാനത്തത് അർത്ഥം വെച്ചിട്ടാണ്. ഹദീസിന്
അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടാണ്. അതേസമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ എല്ലാം അവിടെ അർത്ഥം വെച്ചത് നിസ്കാരത്തിന്റെ അവസാനത്തിലെ ഇരുത്തം, അവിടെ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ജുമാക്ക്, സുബഹിസ്കാരത്തിന്, അതുപോലെ തന്നെ 2 റക്അത്ത് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരത്തിലൊക്കെ അമ്പലികള് ഇഫ്തിറാഷിന്റെ ഇരുത്തായിരിക്കുക. അത് കണ്ടിട്ട് നമ്മൾ ആ കൺഫ്യൂഷൻ ആണ്ട. മഗ്രിബ്, ഇശാ, അതുപോലെ തന്നെ ളുഹർ, അസർ എന്നീ നിസ്കാരങ്ങളിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഷാഫി മദ്ഹബുകാർ ഇരിക്കും പോലെ തന്നെ തവറുക്കിന്റെ ഇരുത്തം അമ്പലികളും ഇരിക്കും. അതേസമയത്ത് എല്ലാ അത്തഹിയാത്തിലും ഇഫ്തിറാഷിന്റെ ഇരുത്താണ് ഹനഫികൾ ഇരിക്കുക. അത് കണ്ടിട്ട് ആളുകൾ ഇങ്ങനെയാണല്ലോ എന്ന് കരുതി അതിൽ ബേജാറാകണ്ട, കൺഫ്യൂഷൻ ആകണ്ട. വ്യക്തമായി സഹിഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. 10 സഹാബാക്കൾ ഒന്നിച്ച് റിവായത്ത് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ പറഞ്ഞത് അങ്ങനെയാണ്. ആദ്യത്തെ തഹിയാത്താവുമ്പോൾ ഇഫ്തിറാഷിന്റെ ഇരുത്തമാണ് ഇരിക്കുക, അവസാനത്തെ തഹിയാത്താവുമ്പോ തവറുക്കിന്റെ ഇരുത്തുമാണ്. അപ്പൊ ഈ അവസാനത്ത് പറഞ്ഞ നിസ്കാരത്തിന്റെ അവസാനത്തെ തഹിയാത്ത് എന്നാ. അപ്പൊ ഒരു അത്തഹിയാത്തുള്ള ആകെ 2 റക്അത്ത് നിസ്കരിക്കുന്നെങ്കിൽ അതിലും അവസാനത്തെ തഹിയാത്ത് തന്നെ. ഇനല്ല വിത്രിൽ 1 റക്അത്ത് നിസ്കരിക്കുന്നത്, അതിലും അവസാനത്തെ തഹിയാത്താണ്. അവസാനത്തെ നിസ്കാരത്തിന്റെ അവസാനത്തിലെ അത്തഹിയാത്ത് എന്ന് അർത്ഥം വെച്ചു. മറ്റേതങ്ങനെയല്ല, അത്തഹിയാത്തിന്റെ കൂട്ടത്തിൽ നിന്ന് അവസാനത്ത്, കൂട്ടത്തിൽ നിന്ന് അവസാനത്ത് എന്ന് പറയുമ്പോൾ ആദ്യം ഒന്ന് വേണമല്ലോ. അപ്പൊ 2 അത്തഹിയാത്തുള്ള നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിലെ തവറുക്കിലിരുത്തം വേണ്ടുള്ളൂ എന്നാണ് ഹംബലി മദ്ഹബ് പറയാ. അപ്പൊ അത് പരക്കവിടെ കാണുന്നതുകൊണ്ട് ആളുകൾക്ക് ഭയങ്കര സംശയമാണ് ഇത്. അതുകൊണ്ടാണ് അതൊന്ന് ഇടക്ക് പറഞ്ഞത്, അല്ലാതെ നമ്മളെ വിഷയമല്ല. ആട്ടെ, ഒന്ന് ഇപ്പൊ തവറുക്കിന്റെ ഇരുത്തം ഇരിക്കുകയാണ് അവസാനത്തെ അത്തഹിയാത്തിലും സ്വലാത്തിലും ഒക്കെ. 2 വളുഉ യദൈഹി, 2 കൈകളെ വെക്കുക, അലാ ത്വറഫി റുക്ബതൈഹി, 2 കാൽമുട്ടിന്റെ തലക്കൽ എന്ന് പറഞ്ഞാൽ കാലിന്റെ തൊടമ്മലാ വെക്കേണ്ടത്. കൈ രണ്ടും വെക്കേണ്ടത് തൊടന്മൽ. വിരലിന്റെ തല എവിടെ അവസാനിക്കണം? മുട്ടിന്റെ തുടക്കത്തിൽ അവസാനിക്കണം. ചിലവര് മുട്ടുമുക്ക് ഇങ്ങോട്ട് കയറ്റിയിട്ട് വിരലിന്റെ തലകളൊക്കെ കീപ്പിട്ട് നിലത്തേക്കാകുന്ന രീതിയിലാണ്. അങ്ങനെയല്ല വേണ്ടത്. തൊടയിൽ വെക്കുക, എന്നിട്ട് വിരലിന്റെ തല കിബിലയിലേക്ക് മുന്നിടുന്ന നിലക്ക് വെക്കുക. അതന്നെ നാശിറൻ അസാബിയ യുസ്റാഹു, ഇരിക്കുമ്പോ തന്നെ ഇടതേ കൈയിന്റെ വിരലുകളൊക്കെ നിവർത്തിയിട്ട് ഇതിൽ മഹമൂമത്തൻ അടുപ്പിച്ചു പിടിച്ചിട്ടു. നല്ല അകറ്റി പിടിക്കാതെ വിരലുകൾ അടുപ്പിച്ചു പിടിക്കുക, നിർത്തി വെക്കുക. ഇതിൽ കിബിലത്തി എന്ന വിരലിന്റെ തലകളൊക്കെ കിബിലയിലേക്ക് നേരിടുന്ന നിലക്ക് വിരലുകൾ അടുപ്പിച്ച് ഇടത് കൈയിന്റെ വിരലുകൾ നിവർത്തി വിരലുകൾ അടുപ്പിച്ച് തലകൾ കിബിലയിലേക്ക് ആവുന്ന നിലക്ക് വെക്കുക. ഇത് പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയാൻ കാരണം ഒരുപാട് ആളുകൾ അത് തെറ്റിവരുത്തുന്നുണ്ട്. മുട്ടുംകാലിമലേക്ക് എടുത്ത് ആത്തി വെച്ചിട്ട് തല കീപ്പൊട്ട് മണ്ണുക്കാണ്ടാകുക, അങ്ങനെയല്ല വെക്കേണ്ടത്. വിരലിന്റെ തലയൊക്കെ കിബിലക്ക് കിട്ടണം, അതിന് വിരൽ അടുപ്പിച്ച് പിടിക്കണം. അതോടുകൂടി തന്നെ മുട്ടിന്റെ അവിടെ അവസാനിക്കുന്ന രീതിയിലാവുമാണ് അപ്പോഴേ കിബിലയിലേക്ക് മുന്നിടുള്ളൂ. അതിപ്പോ ഇടത്തെ കയ്യോ വലത്തെ കയ്യോ വഖാബിളൻ അസാബിയ യുംനാഹു, വലത് കൈയിന്റെ വിരലുകളെയൊക്കെ മടക്കി പിടിച്ചിട്ട് കൈ ഇങ്ങനെ വെക്കുക. ആദ്യം നിവർത്തി വെച്ചിട്ട് മടക്കുക വേണ്ടത് എന്നാണ് പറയാലോ. അൽ ഖബ്ദു ബഅദ വളിഹാ മൻഷൂറത്തൻ, വലത് കൈയിനെ തന്നെ ഇടത് കൈ വെച്ചതുപോലെ നിവർത്തി വെക്കുക. എന്നിട്ട് ഉടനെ നിവർത്തി വെച്ച ഉടനെ തന്നെ വിരലുകൾ 4 വിരലുകൾ മടക്കുക. ഏതൊഴിച്ച് ഇല്ലൽ മുസബ്ബിഹത്ത, മുസബ്ബിഹ വിരല് അഥവാ ചൂണ്ടുവിരല്, ഈ ചൂണ്ടുവിരൽ ഒഴിച്ച് ബാക്കി 4 വിരലുകൾ മടക്കി വെക്കുക. ഫയുർസിലുഹ, മുസബ്ബിഹ വിരലെ താഴ്ത്തിയിടുക, നിർത്തിയിട്ട് താഴ്ത്തി വെക്കുക. എന്നിട്ട് ഇബ്ഹാമ, പെരുവിരലിനെ വെക്കുക. എന്താ അസ്വരിഹ, ഈ ചൂണ്ടുവിരലിന്റെ മുരട്ട് താഴെ എന്നറിയാം, അതിന്റെ താഴെ കെണിപ്പുണ്ടല്ലോ, ആ താഴെ കെണിപ്പിന്റെ അവിടെ പെരുവിരൽ കൊണ്ടുവന്ന് വെക്കുക. ഉയർത്തിപ്പിടിക്കേണ്ട, വിരലുകൾ നിവർത്തി തന്നെ വെക്കേണ്ടതെങ്കിലും ഉയർത്താതെ നിവർത്തി താഴ്ത്തി വെക്കുക. അതാ യുർസിലു പറഞ്ഞ് താഴ്ത്തി വെക്കുക. എന്നിട്ട് പെരുവിരൽ അതിന്റെ മുരട്ട് വെക്കുകയും ചെയ്യുക. 3 റഫ്അ മുസബ്ബഹത്തി യുംനാഹു, മുസബ്ബിഹ വിരലിനെ, വലത്തെ കൈയിന്റെ മുസബ്ബിഹ വിരലിനെ ഉയർത്തുക. എപ്പോ ഉയർത്തുക എന്ന് പറഞ്ഞാൽ മേപ്പെട്ട് ഉയർത്തുക എന്നല്ല, അതിന്റെ തല കിബിലയിലേക്ക് നേരിടുന്ന നിലക്ക് ഉയർത്തുക. ചിലർ ഉയർത്തിയാലും അതിന്റെ തല ഇങ്ങനെ കീപ്പെട്ട് മണ്ണ് കഴിക്കാറ്, അങ്ങനെയല്ല വേണ്ട. ആകാശത്തേക്ക് ഇങ്ങനെ മേപ്പെട്ടാക്കും വേണ്ട, മറിച്ച് വിരലിന്റെ തല കിബിലയിലേക്ക് മുന്നിടുന്ന നിലക്ക് ഉയർത്തുക. എപ്പോഴാണ് ഉയർത്തേണ്ടത്? എന്താ ഖൗലി ഇല്ലല്ലാഹ്, അത്തഹിയാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോ ഇല്ലല്ലാഹു എന്ന
ആ തൗഹീദിന്റെ വചനം ഉച്ചരിക്കുന്ന സമയത്ത് ആ തൗഹീദിലേക്ക് സൂചനയായിട്ട് ഇഷാറത്തായിട്ട് ആ ചൂണ്ടുവിരൽ കിബിലയിലേക്ക് മുന്നിടുന്ന നിലക്ക് ഉയർത്തുക. അതോടുകൂടി വന്നവറു ഇലൈഹ, ആ മുസബ്ബിഹ വിരലുകളെ നോക്കുകയും ചെയ്യുക. മുസബ്ബിഹ വിരലുകളെ നോക്കുക. എപ്പോൾ നോക്കണം? ഹാല റഫ്ഇഹാ, അതുവരെ നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയോടം മുതൽക്ക് സുജൂദിന്റെ സ്ഥാനത്തേക്ക് ഒരേ നോട്ടം നോക്കണം എന്ന് പറഞ്ഞത്. അത്തഹിയ്യാത്തിലിരുന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിടത്ത് എത്തുമ്പം വിരൽ, ഈ ചൂണ്ടുവിരൽ ഉയർത്തുകയും നോട്ടം അതിന്മേലേക്കാക്കുകയും ചെയ്യുക. മാത്രമല്ല ഇദാമത്തുഹുമാ, ഈ വിരലിനെ ഉയർത്തലും അതിലേക്കുള്ള നോട്ടവും പതിവാക്കുക. ഏതുവരെ? ഇലൽ ഖിയാമി, ആദ്യത്തെ തയ്യാത്താണെങ്കിൽ നൃത്തം വരെയും നോട്ടം അതിലേക്കാക്കുകയും അതിനെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക. രണ്ടും കൂടിയാ. അത് അവൈദാമത്തുഹുമാ എന്നർത്ഥം. റഫ്ഉ മുസബ്ബഹത്തി യുംനാഹു വന്നഹ്റു ഇലൈഹ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പം ചൂണ്ടുവിരൽ ഉയർത്തുകയും അവിടെ മുതൽ അതിന്മേലേക്ക് നോക്കുകയും ചെയ്യുക. എന്നിട്ടോ വൈദാമത്തുഹുമാ, ഈ കൈവിരൽ ഉയർത്തലിനെയും അതിമേക്കുള്ള നോട്ടത്തെയും പതിവാക്കുക. ഇലൽ ഖിയാമി, നൃത്തത്തിലേക്ക് പോകുന്നവരെ. ആ ഇടയിൽ അത്തയ്യാത്ര പറഞ്ഞ് അവിസ്സലാമി, അല്ലെങ്കിൽ സലാം വീട്ടുന്നത് വരെ. അത് ഒടൂലത്തഹ്യാത്തിലാണെങ്കിൽ. ഒടൂലത്തഹ്യാത്തിലാണെങ്കിൽ ഇല്ലല്ലാ എന്ന് പറയുന്ന സമയത്ത് വിരൽ ഉയർത്തിയാൽ സലാം വീട്ടുന്നത് വരെ അത് ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം, അതിമേലേക്ക് നോക്കുകയും വേണം. ആദ്യത്തെ തഹ്യാത്തിലാണെങ്കിൽ നൃത്തത്തിലേക്ക് പോകുന്നത് വരെ ഉയർത്തിപ്പിടിക്കുകയും അതിമേലേക്ക് നോക്കുകയും ചെയ്യുക. പലരും പല കോലത്തിലാണല്ലോ. ചില ആൾ കൈ ഇങ്ങനെ വെച്ചാൽ ഉയർത്തി കഴിഞ്ഞാൽ പിന്നെ പല്ലിന്റെ വാലിന് തല്ലുകൊണ്ടേക്ക് കഴിക്കാറ്, അത് ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കും. അത് അവരുവനാണെന്നുള്ളതിൽ ഇപ്പൊ ഒരു ഇഷ്കാല് തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ അതിന്റെ വായന. അത് നമുക്ക് വേണ്ട, നമുക്ക് ഉറപ്പാണല്ലോ. അതോടുകൂടി ചിലർ പൊക്കലും താത്തലും കഴിഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒറ്റ ചൂണ്ടൽ, അതോടുകൂടി താത്തി. ഏതാത് പൊള്ളുവോ അവിടെ നോട്ടെ. സുജൂദ് നൃത്തത്തിലേക്ക് പോകുന്നത് വരെ അല്ലെങ്കിൽ സലാം വീട്ടുന്നത് വരെ അത് ഉയർത്തിപ്പിടിക്കുകയും ആ സമയത്തൊക്കെയും അതിമേലേക്ക് തന്നെ നോക്കുകയും ചെയ്യാം. അതാണ് മൂന്നാമത്തെ സുന്നത്ത്. 4 അസ്സലാത്തു അലാ ആലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. മറ്റേ സലാത്ത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സലാത്ത് ഫർളാണല്ലോ. അത്തയ്യാത്തിന്റെ ശേഷം, ഒടുവിൽ അത്തയ്യാത്തിന്റെ ശേഷം സ്വലാത്ത് ചൊല്ലൽ ഫർളാണ്. എന്നാൽ ആ സ്വലാത്തിൽ തിരുനബി തങ്ങളുടെ കുടുംബത്തിന്റെ മേലിൽ കൂടി സ്വലാത്ത് ചൊല്ലുക, അതാ സുന്നത്ത്. എപ്പോഴും ബഅദ സ്വലാത്തി അലൈഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം പിന്നീട് ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്തിന്റെ പേരിലും സ്വലാത്ത് ചൊല്ലുക, അത് സുന്നത്ത. എന്നാൽ അക്മലുഹുമാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ അഹ്ലു ബൈത്തിന്റെയും മേലുള്ള സ്വലാത്ത് പല രീതിയിലും ആകാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി എന്ന് പറഞ്ഞാലും ഫർള് വീടി സുന്നത്തും കിട്ടി. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലും അവിടുത്തെ ആലിന്റെ പേരിലുള്ള സലാത്തിൽ ഏറ്റവും പരിപൂർണമായത് ഇബ്രാഹിമി സലാത്ത്. അത് നമ്മൾ സാധാരണ എപ്പോഴും ചെല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. സർവലോകരിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും ആലിനും നീ സ്വലാത്തും ബറക്കത്തും ചെയ്തതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും അവിടുത്തെ ആലിലും നീ സ്വലാത്തും ബറക്കത്തും ചെയ്യണമേ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെയും അവിടുത്തെ ആലിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇമാമാക്കിയിട്ടുണ്ട്. ആല ഇന്നി ജായിലുക ലിന്നാസി ഇമാമാ, ദീനിലെ ഇമാമാക്കിയിരിക്കുന്നു ലോകത്തിന് എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തല്ലോ, ഖാല മിൻ ദുരിയത്തി, എന്റെ ദുരിയത്തിലും ഈ ഇമാമത്തിനെ നീ നിലനിർത്തി തരണമേ. അതുകൊണ്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കുടുംബത്തിലാണ്
ലോകത്ത് പിന്നെ വന്ന എല്ലാ നബിമാരും, അല്ലാതെ പുറമെ നബിമാരുണ്ടായിട്ടില്ല. അപ്പൊ ദീനിന്റെ ഇമാമത്ത് എന്നതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷം പിന്നെ നബിമാരില്ല. എങ്കിലും ദീനിന്റെ ഇമാമത്ത് ഖിയാമത്ത് നാൾ വരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അഹ്ലു ബൈത്തിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കുക, നബി തങ്ങളോടുകൂടി കർബല യുദ്ധത്തോടുകൂടി അഹ്ലു ബൈത്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞ പൊട്ടന്മാര് പിന്നെ അത്തഹിയ്യാത്ത് ഓതുമ്പോ ഈ ആലിന് സലാത്തില്ലെന്നതിന്റെ അർത്ഥം എന്താന്ന് പറയാൻ കഴിയില്ല. ആലിൽപ്പെട്ട അവസാനത്തെ ഇമാമാണ് ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു തആല അൻഹു. മഹ്ദി ഇമാമ് തങ്ങൾ വരെ ദീനിന്റെ ഇമാമത്ത് ബഹുമാനപ്പെട്ട ആലിൻ നബിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽ നിലനിർത്തണം എന്നാണ് നമ്മൾ ദുആ ചെയ്യുന്നത്. അത് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ അഹ്ലു ബൈത്ത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ പോലെയാണ്. മൻ റക്കിബഹു നജാ വമൻ തഖല്ലഫ അൻഹാ ഗരിഖ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പലിൽ കയറിയവരാരോ അവരൊക്കെ രക്ഷപ്പെട്ടു, കപ്പലിൽ കയറാതെ മാറിയുന്നവരാരോ ഒക്കെ മുങ്ങിയാരാക്കായി. എന്നതുപോലെ ദീനിന്റെ ഇമാമത്ത് ഖിയാമത്ത് നാൾ വരെ അഹ്ലു ബൈത്ത് റളിയല്ലാഹു തആല അൻഹും അവരിൽ നിക്ഷിപ്തമാണ്. അത് അവരെ ആദരിക്കാതെ, അവരെ ബഹുമാനിക്കാതെ, അവരെ ഇമാമത്ത് അംഗീകരിക്കാതെ നിൽക്കുന്നവരൊക്കെ നൂഹ് നബിന്റെ കപ്പലിൽ കയറാതെ മുങ്ങിയാരാക്കായതുപോലെ അരാക്കി ആയി പോകാനുള്ളവരാ. അപ്പോ അവരെ ബഹുമാനിച്ചും ആദരിച്ചും അവരുടെ ഇമാമത്തിനെ അംഗീകരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേന്നാ ദുആന്റെ അർത്ഥം. ഓൽക്ക് നമ്മൾ ചോദിച്ചിട്ടില്ലെങ്കിലും അള്ളാഹ് കൊടുക്കും. അത് ഇമാമത്തി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്കൾക്ക് ഇബ്രാഹിം നബി അള്ളാഹു തആല കൊടുത്തതുപോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ പരമ്പരയിൽ ആ ഇമാമത്ത് അള്ളാഹു തആല ഖിയാമത്ത് നാൾ വരെ കൊടുക്കൂ. അത് നമ്മൾ ചോദിച്ചാലും കൊടുക്കും, ചോദിച്ചിട്ടില്ലെങ്കിലും കൊടുക്കും. നമ്മളെ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താ? അവരുടെ ഇമാമത്ത് അംഗീകരിച്ച് അവരെ പിന്തുടർന്ന് ജീവിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഞങ്ങളെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരേണമേ എന്നാണ് ആ സ്വലാത്തിന്റെ അർത്ഥം. ഇതൊന്നും അറിയാത്ത സാധുക്കള് ഓരും ചെല്ലും. അതുപോട്ടെ, അവശയല്ലപ്പോ. 5 അദ്ദുആഉ ബഅദ തശഹുദിൽ അഖീരി. അവസാനത്തെ അത്തഹിയ്യാത്തിന് ശേഷം ദുആ ചെയ്യുക. വസ്സലാത്തി, സ്വലാത്തിന്റെയും അവസാനത്തെ അത്തഹിയ്യാത്തും സ്വലാത്തും ചെയ്തതിന് ശേഷം പിന്നീട് ദുആ ചെയ്യുക. ദുആ ധാരാളം ദുആകളുണ്ട്, ഏതുമാവാം. എന്നാൽ വമഅ്സൂറുഹു, ദുആകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട് റിവായത്ത് ചെയ്യപ്പെട്ടു വന്ന ദുആകൾ അതാണ് അഫ്വലു, ഏറ്റവും ഉത്തമം. ഏത് ദുആവാ? നമ്മൾ സ്വന്തം തന്നെ അറബി അറിയുന്ന ഒരാളാണ്. ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും ഖൈറിന് വേണ്ടിയിട്ടും ശർറിൽ നിന്നിട്ട് സലാമത്തിന് വേണ്ടിയിട്ടുള്ള ദുആ ഏതും ദുആ ചെയ്യാം. അപ്പോ ഏത് ദുആവും ആകാമെങ്കിലും ഹദീസുകളിൽ വന്ന ഏതെങ്കിലും ദുആ ആയാൽ, അല്ലെങ്കിൽ ഖുർആനിൽ വന്ന ദുആ ആയാൽ അതാണ് കൂടുതൽ നല്ലത്. അങ്ങനെ തന്നെ ഒരുപാട് ദുആകളുണ്ട്. റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസിൽ വന്ന ദുആ തന്നെ ഒരുപാടുണ്ട്. എന്നാൽ വമിൻഹു, അങ്ങനെ മഅ്സൂറായി വന്ന റിവായത്ത് ചെയ്യപ്പെട്ട ദുആകളിൽപ്പെട്ടതാണ് ഹാദിഹിൽ അദ്ഇയ്യത്തു, ഈ പറയാൻ പോകുന്ന ദുആകൾ. 2-3 ദുആ പറയുന്നുണ്ട്, അതുകൊണ്ട് അദ്ഇയ്യത്ത് എന്ന് ജമ്മാക്കി പറഞ്ഞു. ഏതാ? ഒന്ന് പറയാ, അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. ചെറിയ കുട്ടിക്കും കൂടി കിട്ടുന്ന ദുആവാണ്, അർത്ഥം കിട്ടും. എന്നാലും പോയത്തെന്നുള്ളവർക്ക് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. അല്ലാഹുമ്മ, പടച്ചവനെ, ഗ്ഫിർലി, എനിക്ക് നീ പൊറുക്കേണമേ, പൊറത്തു തരേണമേ. എന്തിനെ? മാ ഖദ്ദംതു, നമ്മളെങ്ങനെ സാധാരണ അർത്ഥം വെക്കല്, ഞാൻ മുന്തിച്ച് ചെയ്ത ദോഷത്തെ. വമാ അഖർതു, ഞാൻ പിന്തിച്ച് ചെയ്ത ദോഷത്തെ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡിയാണല്ലോ. മുന്തിച്ച് ചെയ്ത ദോഷത്തെ, പിന്തിച്ച് ചെയ്ത ദോഷത്തെ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യത്തിനും ഓരോ സമയവും സന്ദർഭവും വെച്ചിട്ടുണ്ട്. സമയത്തിന് മുമ്പ് മുന്തിച്ചാലും തെറ്റാണ്, നിശ്ചയിച്ച സമയത്തെ തൊട്ട് പിന്തിച്ചാലും തെറ്റാ. അപ്പം മുന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ നിയമവിരുദ്ധമായി ഞാൻ പലതും മുന്തിച്ചിട്ടുണ്ട്, ചെയ്യാൻ്റെ സമയത്തിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്. അങ്ങനെയുള്ള തെറ്റുകളൊക്കെ നീ പുറത്തു തരയണമേ
വമാ അഖർതു എന്ന സമയം പറഞ്ഞ സമയത്ത് ചെയ്യാതെ സമയത്തേട്ട് പിന്തിച്ച് ഖളാ ആക്കിയത് കൊണ്ട് പല തെറ്റുകുറ്റങ്ങളും ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അതും നീ എനിക്ക് പുറത്തു തരണമേ. അഥവാ മുന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ മുന്തിച്ച് ചെയ്തത് കൊണ്ട് വന്ന തെറ്റുകൾ, പിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ പിന്തിച്ച് ചെയ്തത് കൊണ്ട് വന്നുപോയ തെറ്റുകൾ, അതൊക്കെ പുറത്തു തരണം. അല്ലാതെ മുമ്പ് ചെയ്തതും പൊറുക്കണം, ഇനി ചെയ്യാനുള്ളത് അഡ്വാൻസ് ആയിട്ടും പൊറുക്കണം എന്നല്ല. മുന്തിച്ചെയ്തും പിന്തിച്ചെയ്തും എന്ന് പറഞ്ഞാൽ അങ്ങനെ ചില സാധുക്കൾ മനസ്സിലാക്കലുണ്ട്. മുന്തിച്ചെയ്ത് നേരെ ചെയ്തു അതൊക്കെ പൊറുക്കുക, ഇനി പിന്തിച്ചെയ്ത് ഇനി ബേക്കറി ഞാൻ ചെയ്യാൻ പോകുന്നു നോക്കുക, അഡ്വാൻസ് ആയിട്ട് പുറത്തേക്കണം. നമ്മുടെ നാട്ടിലുണ്ട് ഒരു മുങ്കൂർ ജാമ്യം എന്നറിയല്. എന്നതുപോലെ മുങ്കൂർ ജാമ്യം എടുക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്, മറിച്ച് നാം ചെയ്യുന്ന തെറ്റുകൾ പല രീതിയിലുള്ളതാണ്. അതിൽപ്പെട്ടതാണ് അസമയത്തുള്ള പ്രവർത്തനങ്ങൾ. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ തന്നെ സമയക്രമം പാലിക്കാതെ പലതും ഉണ്ടാവും. പറയാൻ പാടുള്ള സമയത്തിന് മുമ്പ് പറഞ്ഞു, ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട സമയത്തിന് മുമ്പ് ചെയ്തു, അങ്ങനെ തെറ്റുവന്നു. സമയത്ത് ചെയ്തില്ല, നമ്മുടെ വീഴ്ച കൊണ്ട് അനാസ്ഥ കൊണ്ട് സമയത്ത് ചെയ്യാൻ പറ്റാതെ പിന്തിച്ചുപോയി. ഇങ്ങനെ മുന്തിച്ചതിനാൽ വന്ന തെറ്റുകളും പിന്തിച്ചതിനാൽ വന്ന തെറ്റുകളും വമാ അസ്റർതു സ്വകാര്യമായി രഹസ്യമായി ചെയ്ത പല തെറ്റുകളുമുണ്ട്, അതും വമാ അഅലൻതു പരസ്യമായി തന്നെ ചെയ്ത പല തെറ്റുകളുമുണ്ട്, അതും വമാ അസ്റഫ്തു അതിക്രമമായി ഇസ്രാഫ് അതിര് വിട്ട് ചെയ്ത് പല പ്രവർത്തനങ്ങളും. ഒരു പരിധി ഉണ്ടായിരുന്നു ചെയ്യേണ്ട, ആ പരിധിയൊക്കെ ലംഘിച്ച് അപ്പുറം പോയി, അങ്ങനെ അതിക്രമമായിട്ട് പ്രവർത്തിച്ചു എന്ന് വേണ്ട. പടച്ചോനെയോമാ അന്ത അഅലമു ബിഹി മിന്നി വമാ ഒരു ദോഷങ്ങളും അന്ത നീ അഅലമു ബിഹി അതുകൊണ്ട് അറിയും, എന്നെക്കാൾ അറിയും എന്ന് പറഞ്ഞാൽ എനിക്കറിയാതെ തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും വരാറുണ്ട്, അതൊക്കെയും നീ എനിക്ക് പുറത്തു തരണമേ. അന്തൽ മുഖദ്ദിമു വളരെ മോശപ്പെട്ട വളരെ താഴ്ന്ന അവസ്ഥയിലുള്ള നീചന്മാരും നിന്ദ്യന്മാരും നികൃഷ്ടന്മാരുമായ ആളുകളെ പാപങ്ങൾ പുറത്തു കൊടുത്ത് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് ചെയ്ത് ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുന്നവൻ അള്ളാഹുവേ നീയാണ്. ആ കൂട്ടത്തിൽ ഈ പാവിയായ എന്നെയും എന്റെ പാപങ്ങളും ദോഷങ്ങളും ഒക്കെ പുറത്തു നിന്നുകൊണ്ട് ഉന്നതമായ സ്ഥാനത്തേക്ക് നീ ഉയർത്തേണമേ പടച്ചവനെ. വഅൻതൽ മുഅഖിറു നീയാണ് പിന്തിക്കുന്നവൻ എന്നല്ല, മേലെ നടന്നോലെ താത്തിച്ചു വെച്ചോവർ നിറഞ്ഞില്ലേ എന്നതുപോലെ ഒരുപാട് നല്ല അവസ്ഥയിൽ ജീവിച്ചവനാണ്. പക്ഷേ എന്തോ അതപുകേട് കൊണ്ട് അനാദരവ് കൊണ്ട് വല്ല തെറ്റുകളും വന്നിട്ട് അല്ലാഹു തആല വളരെ നീചമായ താണസ്ഥാനത്തേക്ക് തരം താഴ്ത്തപ്പെടുന്നവരുണ്ട്. അതൊക്കെ നിന്റെ കുദറത്തിൽപ്പെട്ടതാണ് അല്ലാ. അതുകൊണ്ട് റബ്ബേ നീ എനിക്കെല്ലാം പുറത്തു തന്ന് എന്നെ താഴെ സ്ഥാനത്ത് നിന്ന് ഉയർന്ന സ്ഥാനത്തേക്ക് നീ എത്തിച്ചു തരണമേ. അല്ലാതൊരു കേസ് അറിയല്ലത്. അതെ, നമ്മുടെ സാധാരണ നമുക്ക് എന്താ അറിയാതെ, നീയാണ് മുന്തിക്കുന്നവനും നീയാണ് പിന്തിക്കുന്നവനും. അപ്പൊ ഞാൻ മുന്തിച്ച തെറ്റും പിന്തിച്ച തെറ്റും ഒക്കെ പുറത്ത് തരുന്നല്ലോ. കാരണം മുന്തിച്ച ഉജ്ജി തന്നെ പിന്തിച്ച ഉജ്ജി തന്നെ. അതുകൊണ്ട് മുന്തിച്ച ചെയ്ത ഉജ്ജി പൊറുക്കണം, പിന്തിച്ച് അങ്ങനെയല്ല. തെറ്റുകൾ പല രീതിയിലുണ്ട്. കട്ടുണ്ടോ? ഇല്ലല്ലോ, ഉള്ളതായിട്ട് കാണുന്നില്ല. ഉണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും അടയാളം കാണലുണ്ട്. ഓക്കെ. അപ്പോ സമയത്ത് ചെയ്യേണ്ടത് മുന്തിച്ചോ പിന്തിച്ചോ ചെയ്തത് കൊണ്ടൊക്കെ വന്ന തെറ്റ് എന്ന് അന്നല്ല, അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റ്, പരസ്യമായും രഹസ്യമായും ചെയ്ത എല്ലാം പുറത്തു തരണമേ എന്ന് പറഞ്ഞിട്ട് പറയാൻ റബ്ബേ വലിയ വലിയ പദവിയിലേക്ക് ആളുകളെ ഉയർത്തുന്നവൻ നീയാണ്. ഈ എളിയവനായ എന്നെ ദോഷങ്ങളൊക്കെ പുറത്തു തന്ന് സ്വാലിഹീങ്ങളുടെ സ്ഥാനത്തേക്ക് ഉയർത്തണമേ. അതോടുകൂടി തന്നെ നമുക്ക് പേടിയാണ്. പഠിച്ചവനെ, വലിയ വലിയ സ്ഥാനത്ത് നടന്നവരെ അതവുകേട് കൊണ്ടും മറ്റുമൊക്കെ വളരെ നിസ്സാരമായ പദവിയിലേക്ക് തരം താഴ്ത്തിയവനും നീയാണ്. നീ എന്നെ അത്തരം കൂട്ടത്തിൽ പെടുത്താതെ ഉയർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. ലാ ഇലാഹ ഇല്ലാ അൻത നീയല്ലാതെ ഒരു ഇലാഹും തന്നെ ഇല്ല, ആരാധനക്കർഹ അഥവാ എല്ലാ ഹൈറിന്റെയും ഷെറിന്റെയും മാലിക്, എല്ലാ ഉപകാരത്തിന്റെയും ഉപദ്രവത്തിന്റെയും ഉടമക്കാരൻ നീ മാത്രമാണ്. അതുകൊണ്ട് റബ്ബേ നീ എനിക്ക് പുറത്തു തരികയും ഉന്നതമായ സ്ഥാനത്തേക്ക് നീ എത്തിക്കുകയും ചെയ്യണമേ എന്നതാണ് ദുആ. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ വന്ന ദുആണ്. നല്ല ഹദീസാ, നല്ല ദുആ, സാധാരണ നമ്മൾ ചെയ്യുന്നതുമാണ്. 2 അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി. മഹ്യായല്ലോ അവിടെ ചെല്ലുന്ന ഈ ചെറുപ്പത്തിൽ 2ാം ക്ലാസ്സിന് ചെല്ലി പഠിച്ചതല്ലേ, അപ്പൊ കുറെ തെറ്റുണ്ടാവും. ചില ആളുകൾ ഫിത്നത്തിൽ മഹ്യായ ഉണ്ട്, മഹ്യായ വേണ്ട, വമിൻ ഫിത്നത്തിൽ മഹ്യാ അത്രയേ ഉള്ളൂ, ഒറ്റരിഫ്. വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി
വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അല്ലാഹുവേ ഞാൻ നിന്നോട് കാവല് തേടുന്നു മിൻ അദാബിൽ ഖബരി ഖബറിൽ അദാബിൽ നിന്നും വമിൻ അദാബിൻ നാർ നരകശിക്ഷയിൽ നിന്നും വമിൻ ഫിത്നത്തിൽ മഹ്യാ ജീവിതകാലത്ത് വരുന്ന പരീക്ഷണങ്ങളിൽ നിന്നും. പല ജാതി പരീക്ഷണങ്ങളുണ്ട്. പരീക്ഷണത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. ആഫിയത്തിനെ ചോദിക്കുക. പരീക്ഷണം നേരിട്ട് വിജയിക്കാൻ വളരെ പ്രയാസം. ആഫിയത്തിനെ ചോദിക്കുക. അതാ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളെ തൊട്ടും വൽ മമാത് മരണത്തിൽ എന്ന് പറഞ്ഞാൽ ഖബറിൽ വെച്ചിട്ടുണ്ടാവുന്നതും മരണ സമയത്തുണ്ടാവുന്നതുമായ ഫിത്നകളിൽ നിന്ന്. വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയെ തൊട്ടും. അതും തന്നെ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിലുള്ളതാണ്. എന്നാൽ ഈ രണ്ട് ദുആവും ഹദീസിൽ വന്നതാണ് എങ്കിൽ വഹാദ ഈ രണ്ടാമത്തെ ദുആ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് പറയുന്ന ഈ ദുആ ആഖദുൽ മൗസൂർ ഹദീസിൽ റിവായത്ത് ചെയ്യപ്പെട്ടു വന്ന ദുആകളിൽ ഏറ്റവും ബലപ്പെട്ട ദുആ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് തുടങ്ങുന്ന ഈ ദുആ ആണ് എന്ന് മാത്രമല്ല ഹത്താ ഉജ്ജബഹു ബഅദുൽ ഉലമാഇ ഈ ദുആ ചെയ്യൽ നിർബന്ധമാണ് എന്ന് ചില ഇമാമിയങ്ങൾ പറയുക പോലും ചെയ്തിട്ടുണ്ട്. ഇത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ എന്ന് തുടങ്ങുന്ന മസീഹുദ് ദജ്ജാൽ വരെയുള്ള ദുആ അത്തഹിയാത്തിന്റെ ശേഷം ഫർള വുജൂബാണ് എന്ന് പറഞ്ഞ ഇമാമിയങ്ങൾ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപേക്ഷിക്കൽ കറാഹത്ത. അപ്പൊ ഒരാൾ ധൃതിയാണ്, തിരക്കാണ്. എന്നാ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ എന്ന് ഓതിയിട്ടേ സലാം വീട്ടാവും. നമ്മൾ ആൾക്കാർ സുന്നത്തൊക്കെ ഇരിക്കുമ്പോൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് പറഞ്ഞ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ചെയ്യാൻ പാടില്ല. കാരണം എന്താ, അവിടെ കുടുംബത്തിന്റെ മേലുള്ള സലാത്ത് ചൊല്ലിയിട്ടില്ല. അതൊരു കറാത്ത്, അബാബ് സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്ത് ഒഴിവായി കറാത്ത്. അതിന്റെ പുറമെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക എന്ന് തുടങ്ങുന്ന വുജൂബാണെന്ന് വരെ ചില ഇമാമിങ്ങൾ അഭിപ്രായപ്പെട്ട ഈ ദുആ അത് ഒഴിവാക്കലും കറാത്ത. ചുരുക്കി ചെടികൂടി തിരക്കുണ്ടെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം അങ്ങോട്ടൊന്നും പോയിക്കൊള്ളുന്നില്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നിട്ട് പിന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ ഇസ്തിയാദത്ത് എന്നാണ് അതിന് പറയാം. ഈ ഇസ്തിയാദത്ത് ഒഴിവാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ചില ഇമാമിങ്ങൾ അത് വുജൂബാണ് എന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കൽ കറാത്താണ്. ഈ കറാത്ത് ഒന്നായിട്ട് പറയുന്നുണ്ട് ശേഷം. മൂന്നാമത്തെ ദുആ അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കബീറൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. ഇമാം ബുഖാരിന്റെ റിവായത്തിലുള്ളത്. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി വലംതു നഫ്സി എന്റെ സ്വന്തം ശരീരത്തോട് ഞാൻ അനീതി ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ ദുൽമൻ കബീറൻ വലിയ അനീതികളൊക്കെ ഞാൻ ചെയ്തുപോയി. കസീറൻ ധാരാളം അനീതികൾ ഞാൻ ചെയ്തുപോയി എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ചു എന്നാ. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റും നമ്മുടെ സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അനീതിയാ. അതുകൊണ്ട് ധാരാളം വലിയ വലിയ തെറ്റുകളാവുന്ന അനീതികൾ സ്വന്തം ശരീരത്തോട് ഞങ്ങൾ പ്രവർത്തിച്ചു പോയി. അല്ലാഹ് വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത നീയല്ലാതെ ദോഷം പൊറുക്കാൻ മറ്റൊരാളുമില്ല. ദോഷം പൊറുക്കുക എന്ന് പറയുന്ന അധികാരം നിനക്ക് മാത്രമാണ്. അതുകൊണ്ട് റബ്ബേ ഫഗ്ഫിർ ലീ എനിക്ക് നീ പൊറുക്കേണമേ മഗ്ഫിറതൻ മിൻ ഇൻദിക നിന്റെ വക്കൽ നിന്നുള്ള ഔദാര്യമായ ഒരു പൊറുക്കൽ എന്ന് പറഞ്ഞാൽ നമ്മളതിന് അർഹരല്ലെങ്കിലും നിന്റെ ഔദാര്യം കൊണ്ടിട്ടുള്ള ഒരു പൊറുക്കൽ ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഇന്നക അൻത നീ തീർച്ചയായും അൽ ഗഫൂറു അധികമായി പൊറുക്കുന്നവനാണല്ലോ റബ്ബേ. അർ റഹീമു അങ്ങേയറ്റത്തെ റഹ്മത്തുള്ളവരുമാണല്ലോ പടച്ചവനെ. അതുകൊണ്ട് നിന്റെ റഹ്മത്ത് കൊണ്ടും നിന്റെ മഗ്ഫിറത്ത് കൊണ്ടും ഈ തെറ്റുകുറ്റങ്ങളൊക്കെയും ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ എന്ന ദുആ. അത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്തതാ. ആദ്യം പറഞ്ഞ രണ്ടും ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തതാ. ഇതൊക്കെ ചെല്ലാൻ പറ്റുന്നവരെല്ലാം ചെല്ലുക. ഏതെങ്കിലും ഒന്നാണെങ്കിൽ അതിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ രണ്ടാമത് പറഞ്ഞ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഇതാണ് മൂന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം മൂന്നും ചൊല്ലുക വേണ്ടത്. സൗകര്യമില്ലെങ്കിൽ ഈ രണ്ടാമത്തതെങ്കിലും ചൊല്ലിയിരിക്കണം. സലാമിന്റെ സുന്നത്തുണ്ട്. അത് കുറച്ചുള്ളൂ തോന്നുന്നു. അത്
അതും കൂടിയാണ് പറഞ്ഞാൽ ഓരോ ഫർളുകളുമായി ബന്ധപ്പെട്ട സുന്നത്തുകളൊക്കെ കഴിയും. പിന്നെ മൊത്തത്തിലുള്ള സുന്നത്തുകളാണ് പിന്നെ പറയുന്നത്. സുനനു സലാമി നേരത്തെ കളാ വീട്ടും ചെയ്യും, കുറച്ചേ ഉള്ളത്. സലാം വീട്ടുന്നതിന്റെ 13ാമത്തെ ഫർളാണല്ലോ സലാം വീട്ടൽ. 14ാമത്തെ പിന്നെ തർത്തീബ്. അത് പിന്നെ പ്രത്യേകം സുന്നത്ത് പറയാനൊന്നും കാണാണ്ടാവില്ലല്ലോ. അതിലിപ്പോ 2 പ്രത്യേകിച്ച് കാണാനില്ലാത്തത്. ഏതാ? 9ാമത്തെ ഫർളാവുന്ന തുമൈനീനത്ത്, അടങ്ങി താമസിക്കുക. അതിൽ പിന്നെ അടങ്ങി താമസിക്കുക എന്ന് പറഞ്ഞത് അത് ഫർളായിൽ പ്രത്യേകിച്ച് സുന്നത്തിണ്ടി പറയാൻ കാര്യമായിട്ടില്ല. അതുപോലെ തന്നെ 14ാമത്തെ ഫർള് തർത്തീബ്, ക്രമപ്രകാരം കൊണ്ടുവരിക. ഈ ക്രമപ്രകാരം കൊണ്ടുവരിക എന്ന് അറിയുന്നതിനും സുന്നത്ത് പ്രത്യേകം ഇനി പറയാനില്ല. അപ്പൊ സലാമിന്റെ സുന്നത്തോടു കൂടി ഓരോ ഫർളുകളുമായി പ്രത്യേകം ബന്ധപ്പെട്ട സുന്നത്ത് കഴിഞ്ഞു. ഇനി മൊത്തമുള്ള സുന്നത്ത് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. നോക്കൊന്ന് സുനനു സലാമി. 1 നിയ്യത്തു തഹല്ലുലി, നിസ്കാരത്തിൽ നിന്നും തഹല്ലുലാവുന്നു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു. ആ തഹല്ലുലാകാറ് ഹജ്ജെന്നും ഒക്കെ മുടി മുറിച്ചുകാട് തഹല്ലുലാണ്ടല്ലോ എന്നതുപോലെ ഇഹ്റാം ചെയ്തുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിച്ച മനുഷ്യൻ സലാം വീട്ടിക്കൊണ്ട് തഹല്ലുലാകുക ചെയ്യുന്നത്. അപ്പോ ഒന്നാമത്തെ സലാം കൊണ്ട് തഹല്ലുലിനെ കരുതുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിന്നും പുറപ്പെടുകയാണ്, തഹല്ലുലാവുകയാണ് എന്ന നിയ്യത്ത് ഉണ്ടായിരിക്കൽ സുന്നത്താണ്. ഒരാൾ അങ്ങനെ നിയ്യത്ത് ചെയ്തിട്ടില്ലെങ്കിൽ കൊണ്ട് തെറ്റില്ല. അത് പ്രത്യേകം പറയണം. പിന്നെ ഒരുപാട് കരുത്ത് കുറെ നിയ്യത്ത് പറയും, അതിലൊക്കെ ഒരുപാട് കൺഫ്യൂഷനായി വിശ്വാസാകണ്ട. അത് ഈ ഉദ്ദേശത്തോട് നമ്മളിപ്പോ ഒരാൾക്ക് സലാം പറയാന്നുള്ള ഉദ്ദേശം മാത്രമല്ല ഇവിടെ ഉള്ളത്. നിസ്കാരത്തിൽ നിന്നൊരു വിരമിക്കുകയാണ്. ഇതുവരെ ലോകവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട് ലോകവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിച്ചിരുന്നു. അവിടുന്ന് തിരിച്ചിനി ലോകത്തേക്ക് തന്നെ തിരിച്ചു വരിക. ആ നിലക്ക് തഹല്ലുലാവുന്നു എന്നതാണ് നിയ്യത്ത്. 2ാമത്തേത് അത്തസ്ലീമത്തു സാനിയത്തു, 2ാം പ്രാവശ്യം സലാം വീട്ടുക. എന്നാൽ അസ്സലാമു അലൈക്കും എന്നൊരു പ്രാവശ്യം പറയലാണല്ലോ ഫർള്. ആ ഫർളായ സലാം വീട്ടുമ്പം തഹല്ലുലാവുക എന്ന സലാമാണ് എന്ന് കരുതുക. 2ാമത്തെ സലാം വീട്ടുകയും ചെയ്യുക. പക്ഷേ 2ാമത്തെ സലാം വീട്ടൽ സുന്നത്താകണമെങ്കിൽ മാലം മുനാഫിൻ ലി സ്വലാത്തിഹി, നിസ്കാരത്തിന് വിരുദ്ധമായ ഒരു കാര്യം ഇടക്ക് സംഭവിച്ചിട്ടില്ലെങ്കിലാണ് 2ാമത്തെ സുന്നത്ത്. ഉദാഹരണം പറയാ, കൽ ഹദസി, വുദു മുറിയും പോലെ. ഏത് നിസ്കാരത്തിന്റെ മുനാഫിയായത് എന്ന് പറഞ്ഞതാ വുദു മുറിയ. ഉദാഹരണം, ഒരാൾക്ക് കീവായി പോകാൻ ഇങ്ങനെ മുട്ടിക്കൊണ്ടുണ്ട്. ഇനി അങ്ങനെ അത്തയ്യാത്ത് കഴിഞ്ഞ് വസിഹദ്ദജ്ജാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോത്തിന് മറ്റേയാൾ കീപ്പെട്ടു പോയി. എന്നാ പിന്നെ 2ാമത്തെ സലാം വീട്ടാൻ പാടുള്ളതല്ല. മനസ്സിലായില്ലേ? 2ാമത്തെ സലാം വീട്ടണമെങ്കിൽ എന്ത് വേണം? വുദു മുറിയാതിരിക്കണം. അതുപോലെ നിസ്കരിക്കത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ വരാതിരിക്കണം. മടക്കി നിസ്കരിക്കൽ നിർബന്ധമുള്ള തയമ്മം പോലത്തെ നിസ്കാരം, തയമ്മം ചെയ്ത് നിസ്കരിച്ചു. വെള്ളമില്ലാത്തതിന് വേണ്ടി തയമ്മം ചെയ്ത് നിസ്കരിച്ചു. വലത്തോട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വെള്ളം കണ്ടു. എന്നാ പിന്നെ ഇനി 2ാമത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പറയാൻ പാടില്ല. കാരണം എന്താ? വെള്ളം കണ്ടാ തയമ്മം ബാത്തിലാവും എന്ന് അറിയുന്നത് കേട്ടില്ല. മൊത്തത്തിലല്ലല്ലോ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമ്മം ചെയ്തായിരുന്നു. ഇപ്പോ വെള്ളം കിട്ടുമെന്ന് തോന്നി, എന്നാൽ വെള്ളം കണ്ടാൽ തയമ്മം ബാത്തിലാവും. അപ്പൊ ഇനി 2ാമത്തെ സലാം വീട്ടാൻ പാടില്ല. ഇങ്ങനെ നിസ്കാരത്തിനോട് യോജിക്കാത്ത ചേർച്ചയില്ലാത്ത വല്ല കാര്യങ്ങളും ഇടയ്ക്ക് ഉണ്ടായാൽ പിന്നെ 2ാമത്തെ സലാം വീട്ടാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തകർക്കും. അപ്പൊ 2ാമത്തെ സലാം വീട്ടിൽ ആറാമാവും. ആനെ അന്നാമത് നിസ്കാരം ബാത്തിലാണ്ടതല്ലേ? ബാത്തിലാവൂലാന്നാ പറയുന്നത്. വലാ തുബ്തുലു സ്വലാത്തുഹു ഫഇന്നഹു ഫറഗ മിൻഹാ ബിൽഊല. സലാമു അലൈക്കും എന്ന് 1ാമത്തെ സലാം വീട്ടിക്കഴിഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. വുദു ഇല്ലാതെ അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ 2ാമത്തെ സലാം വീട്ടിയത് ഹറാമാണ് എന്നല്ലാതെ ചെയ്ത നിസ്കാരം ബാത്തിലാവൂല. സിയാദത്തു വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും എന്ന് പറയലേ ഫർളുള്ളൂ. വറഹ്മത്തുള്ളാഹി എന്ന് കൂട്ടിക്കൊടുക്കുക 1ാം സലാമിൽ. 2ാം സലാമും ആ 2ാം സലാമിന്റെ ലാസ്റ്റ് വറഹ്മത്തുള്ളാഹി എന്നും കൂട്ടിക്കൊടുക്കുക. അതൊക്കെ സുന്നത്താ. ഒരാളില്ല അസ്സലാമു അലൈക്കും എന്ന് മാത്രം പറഞ്ഞ അവിടുന്ന് മതിയാക്കിയ നിസ്കാരം ചെയ്യാവും. 1ാമത്തെ റഹ്മത്തുള്ളയും 2ാം സലാമും 2ാം സലാമിൽ റഹ്മത്തുള്ളയും സുന്നത്ത്. 4 അൽ ഇൽത്തിഫാത്തു ഫീഹിമാ, 2 സലാമുകളിലും തിരിഞ്ഞു നോക്കുക. വലതുവശത്തേക്കും ഇടതുവശത്തേക്കും തിരിഞ്ഞു നോക്കുക.
എത്ര തിരിയണം? ഹത്താ യുറാ, കാണപ്പെടുന്നതുവരെ ഖദ്ദുൽ ഐമനു, അവന്റെ വലത്തെ കവിൾത്തടം. ഒന്നാമത്തേലേ ലൂല. ഒന്നാമത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറയുമ്പോ നെഞ്ഞ് തിരിയാൻ പാടില്ല, മുഖം തിരിക്കുക വലത്തോട്ട്. എത്ര തിരിക്കുക? തന്റെ ബേക്കിൽ നിൽക്കുന്ന ആൾക്ക് വലതേ കവിൾത്തടം കാണും പറ്റുന്ന നിലക്ക്, അതാ കാണപ്പെടുക. മറ്റൊരാൾ നോക്കിയാൽ കാണാവുന്ന അവസ്ഥയിൽ തിരിക്കും. വൽ ഐസർ ഫി ഹത്താ യുറാ ഖദ്ദുൽ ഐമനു പറഞ്ഞ് വൽ ഐസറു, വലത്ത് കവിൾ കാണപ്പെടുന്നത് വരെ തിരിയ ഫിസാനി, രണ്ടാമത്തെ. അപ്പൊ ഒന്നാം സലാമിൽ വലത്തെ കവിള് പിന്നിലുള്ള ആളുകൾക്ക് കാണാവുന്ന നിലക്കും, രണ്ടാം സലാമിൽ ഇടത്തെ കവിള് പിന്നിലുള്ളവർക്ക് കാണാവുന്ന നിലക്കും മുഖം തിരിക്കുക. അതും സുന്നത്താണ്. ഇനി ഒരാൾ തീരെ മുഖം തിരിച്ചില്ല, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് മാത്രം പറഞ്ഞു, ആ സുന്നത്ത് പോവും, നിസ്കാരം മാത്രമാവൊന്നുമില്ല. 5 ബദു കുല്ലി മിൻഹുമാ, രണ്ട് സലാമും, ഒന്നാമത്തെ ഫർളായ സലാമും രണ്ടാമത്തെ സുന്നത്തായ സലാമും രണ്ടും തുടങ്ങുക. എങ്ങനെ തുടങ്ങുക? മുസ്തഖ്ബിലൻ ബിവജ്ഹിഹി, മുഖം കൊണ്ട് ഖിബിലയിലേക്ക് മുന്നിട്ടവനായി തുടങ്ങും. എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഒന്നാമത്തെ സലാം വീട്ടുമ്പോൾ മുഖം വലത്തോട്ട് തിരിച്ചല്ലോ, അവിടെ നിന്ന് തുടങ്ങാൻ പാടില്ല. രണ്ടാമത്ത് പിന്നെ നേർക്ക് മുഖം ഖിബിലയിലേക്ക് നേരിട്ട് ആദ്യത്തേക്ക് തന്നെ ഇരുന്നിട്ട് പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ ഒന്നാമത്തെ സലാം തുടങ്ങേണ്ടതും മുഖം ഖിബിലയിലേക്ക് മുന്നിടുന്ന അവസ്ഥയിലാണ്, എന്നിട്ട് വലത്തോട്ട് തിരിക്കാൻ വേണ്ട. രണ്ടാമത്തെ സലാമും മുഖം ഖിബിലയിലേക്ക് മുന്നിടുന്ന നിലക്കാണ് തുടങ്ങേണ്ടത്, എന്നിട്ട് അടുത്തോട്ട് തിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ചിലവർക്കുണ്ട് കോഴി കൊത്തുന്നത് പോലെ ഒരു കൊത്തല്, അത് വേണ്ടട്ടോ, അത് നിസ്കാരം ബാത്തിലാക്കാൻ ഇടയാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അത് നോക്കിയാൽ ചിലപ്പോ ഈ ചെയ്യുന്ന ആൾക്ക് തന്നെ അതറിയില്ല, നോക്കിക്കുന്നവർക്ക് തിരിയും. ഈ തലകൊണ്ട് കണ്ടോ, അതന്നെ ആ താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു കോഴി കൊത്തും പോലെ അറിഞ്ഞ്, അതിനാണ് അതില്ല. കോഴി കൊത്തും പോലെ ഒന്ന് തല ഇങ്ങനെ താഴ്ത്തിയിട്ട് വലത്തോട്ടും പിന്നെ ഒന്ന് തല, അങ്ങനെയല്ല. അത് ചിലപ്പോൾ നിസ്കാരം ബാത്തിലാകാൻ വരെ കാരണമാവും. മറിച്ച് എന്താക്കുക, ആ ഇരിക്കുന്ന അതേ ഇരുത്തത്തില് നേരെ അസ്സലാമു അലൈക്കും, ഈ ഹംസ തുടങ്ങുന്ന സമയത്ത് മുഖം ഖിബിലയുടെ നേരെ നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ സലാം തിരിയ. ഈ തീരലും സലാം തീരലും നീട്ടാൻ പാടില്ല. എന്നിട്ട് പിന്നെ ഖിബിലയുടെ നേരെ തന്നെ മുഖം കൊണ്ടുവന്നിട്ട് ഖിബിലയുടെ നേരെ എത്തിയതിന് ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവിടെ എന്താക്കണ്ട, ഈ തല ഇങ്ങനെ കുനിച്ചിട്ട് ഈ കോഴിയൊത്തും പോലെ ആക്കേണ്ടതില്ല എന്നല്ല. അത് ചിലപ്പോൾ തുടർച്ചയായി വരുമ്പം നിസ്കാരം വരെ ചിലപ്പോൾ ബാത്തിലാകാൻ ഇടവരുത്തും. അത് ചെയ്യാൻ പാടില്ല. നേർക്ക് ആയി ഇരുന്ന ഇരുത്തത്തിന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അവരി. ബദു കുല്ലി മിൻമാ മുസ്തഖ്ബിലൻ ബിവജ്ഹിഹി, അതാ ബദു കുല്ലി മിൻമാ, രണ്ട് സലാമും തുടങ്ങുക. മുസ്തഖ്ബിലൻ ബിവജ്ഹിഹി, ഖിബിലയിലേക്ക് മുഖം കൊണ്ടും മുന്നിട്ടാണ്ടാ തുടങ്ങേണ്ടത്. വഇൻഹാഉഹു, ആ തിരിയലിനെ സലാം അവസാനിപ്പിക്കുക. മാതമാമിൽ ഇൽത്തിഫാത്തി, തിരിയൽ അവസാനിക്കുമ്പോൾ സലാം തുടങ്ങുമ്പോൾ മുഖം തിരിക്കാൻ തുടങ്ങുക, സലാം അവസാനിക്കുന്നതോടുകൂടി മുഖം തിരിക്കലും അവസാനിക്കുക. അങ്ങനെ. 6 അൽ ഇദ്റാജു, വേഗത്തിൽ പറയുക എന്ന് പറഞ്ഞാൽ വാദുൽ മദ്ദി, അതന്നെ നീട്ടാ നിൽക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളെ മുബല്ലിഗുണ്ട്, അങ്ങനെയല്ല പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇദ്റാജ്. ഇദ്റാജ് എന്ന് പറഞ്ഞാൽ നീട്ടാതെ അടുപ്പിച്ച് പറയാം. അതിന് ഇദ്റാജ് തിരിയാതിരിക്കേണ്ട എന്നുള്ള ആൾക്കാണ് അതുൽ മദ് എന്ന് പറഞ്ഞാൽ ഇദ്റാജിന്റെ ഉദ്ദേശം തന്നെയാണ് അതുൽ മദ് പറഞ്ഞത്. നീട്ടാതെ പറയാം, അമിതമായി നീട്ടരുത് ആ പറഞ്ഞത്. 7 യുസല്ലിമൽ മൗമൂമു, അത് നമ്മൾ പലപ്പോഴും തെറ്റു വരുത്തുന്ന മൗമൂമു സലാം വീട്ടൽ ബഅദ തസ്ലീമത്തയിൽ ഇമാമി, ഇമാമ് 2 സലാമും വീട്ടിയതിന് ശേഷം ചെല്ലുക. ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് ഒന്ന് പറഞ്ഞാൽ നമ്മളും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ കേടില്ല, പക്ഷേ സുന്നത്ത് പോവും. ഇമാമ് 2ാമത്തെ സലാമും വീട്ടിയതിന് ശേഷമാണ് മൗമൂമ് തുടങ്ങേണ്ടത്, അതാണ് സുന്നത്ത്. 8 ഇനി പറയുന്നത് ബേജാറാകണ്ട, പഠിച്ചു വെക്കുക. എന്താണ്? അൻയൻവിയ സലാമ, ആർക്കായി സലാം പറയുന്നത്? നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒറ്റക്കാണെങ്കിൽ പോലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുന്നുണ്ടല്ലോ. ആരോടാ പറയുന്നത്? അൻയൻവിയ സലാമ അലൽ മലായികത്തി, മലക്കുകളുടെ മേൽ സലാം പറയുന്നു. എപ്പോഴും ഉണ്ടാവണോലാണല്ലോ. വലത്തെ പുറത്തും മലക്കുകളുണ്ട്, ഇടത്തെ പുറത്തും മലക്കുകളുണ്ട്. വൽ മുഅ്മിനീന മിനൽ ജിന്നി,
ജിന്നുകളാവുന്ന മോമിനീങ്ങള് വൽ ഇൻസി, ഇൻസുകളാവുന്ന മോമിനീങ്ങൾ രണ്ടിലും ഉണ്ടാവും. ജിന്നിൽപ്പെട്ട മോമിനീങ്ങളും ഉണ്ടാവും, മനുഷ്യരിൽപ്പെട്ട മോമിനീങ്ങളും ഉണ്ടാവും. ചിലപ്പോ മനുഷ്യരെ നമ്മൾ കണ്ടില്ല, ഇല്ലെങ്കിൽ ഇല്ല, ജിന്നുണ്ടായി നേരം. ജിന്നുണ്ടായാലും ഇല്ലെങ്കിൽ മരക്ക് ഏതായാലും ഉണ്ട്. അഥവാ മനുഷ്യരിൽപ്പെട്ടയും ജിന്നുകളിൽപ്പെട്ടയും മോമിനീങ്ങൾക്കും മലായിക്കത്തിനും സലാം പറയുന്നു എന്ന് കരുതുക. വറദ്ദ് അലാ മൻ സല്ലമ, അതോടുകൂടി തന്നെ തനിക്ക് സലാം പറഞ്ഞവർക്ക് സലാം അടക്കുന്നു എന്നും കരുതുക. ആർക്കും മിനൽ ഇമാമി, ഇമാമ് തനിക്ക് മൗമൂമിന് സലാം പറയുന്നു എന്ന് കരുതും, മൗമൂമ് ഇമാമിന് സലാം അടക്കുന്നു എന്നും കരുതുക. അതുപോലെ തന്നെ സലാം പറയുന്നു എന്നും കരുതുക. വൽ മൗമൂമി, ഇമാമിൽ നിന്നും മൗമൂമിൽ നിന്നും പറഞ്ഞാൽ ഇമാമ് മൗമൂമിന് സലാം പറയുന്നു എന്ന് കരുതുക, മൗമൂമ് ഇമാമിന് സലാം അടക്കുന്നു എന്ന് കരുതുക. ഇമാമിന് സലാം പറയുന്നു എന്ന് മൗമൂമ് കരുതുക, മൗമൂമിന് സലാം അടക്കുന്നു എന്ന് ഇമാമ് കരുതുക. അപ്പൊ രണ്ടു കൂട്ടരും സലാം പറയുന്നു എന്നും കരുതുക, സലാം അടക്കുന്നു എന്നും കരുതുക. അതായത് ഫൻവീബില്ലൂല, ഒന്നാമത്തെ സലാം കൊണ്ടിട്ട് കരുതുക അസ്സലാമ അലാ മൻ അൻ യമീനിഹി, വലതുവശത്തുള്ളവരുടെ മേൽ സലാം പറയുന്നു എന്ന്. വബസാനിയത്തി, രണ്ടാമത്തെ സലാം കൊണ്ട് കരുതുക അലാ മൻ അൻ യസാരിഹി, ഇടതുവശത്തുള്ളവരുടെ മേൽ സലാം പറയുന്നു എന്ന് കരുതുക. അതങ്ങനെ കരുതുക. ഇനിയോ വബിഅയ്യത്തിഹി മാഷാ, രണ്ടിലേതെങ്കിലും ഒന്നുകൊണ്ട് കരുതുക അലാ മൻ ഖൽഫഹു, പിന്നിലുള്ളവരുടെ മേൽ സലാം പറയുന്നു എന്ന് കരുതുക. അത് ഒന്നാമത്തെ കൊണ്ട് കരുതിയാലും വേണ്ടിയില്ല, രണ്ടാമത്തെ കൊണ്ട് കരുതിയാലും വേണ്ടിയില്ല. വാമാമഹു, മുന്നിലുള്ളവരുടെ മേലും, നേരെ മുന്നിലും നേരെ പിന്നിലുള്ളവരുടെ മേൽ ഒന്നാമത്തെ കൊണ്ട് കരുതിയാലും വേണ്ടിയില്ല, രണ്ടാമത്തെ കൊണ്ട്. എന്നാൽ വബിൽ ഊലാഫ്ദലു, ഒന്നാമത്തെ കൊണ്ടായിക്കോട്ടെ നേരെ മുന്നിലും നേരെ പിന്നിലുള്ളവരുടെ മേൽ സലാം പറയാൻ കരുതരുത്. അങ്ങനെയൊക്കെ ചെയ്യാം. എന്നാൽ ഒരാൾ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടോ അല്ലെങ്കിൽ ഇത്തിക്കാഫിലോ ഇരിക്കുകയാണ്, അപ്പൊ അപ്പുറത്ത് ഒരാൾ നിസ്കരിക്കുന്നുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞു, ഇവൻ കേട്ടു. എന്നാലോ ഗൈറുൽ മുസല്ലി, നിസ്കരിക്കുന്നവനല്ലാത്ത വ്യക്തി എന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് ഒരാൾ, അല്ലെങ്കിൽ വെറുതെ ഇത്തിക്കാഫിൽ ഇരിക്കുകയാണ്, അങ്ങനത്തെ ഒരാളുണ്ട്. ലാ യജിബു അലൈഹി, അവന് മുന്നിൽ വുജൂബില്ല റദ്ദു സലാമിൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ സലാം പറയുമ്പോൾ ആരും മടക്കൽ നിർബന്ധമില്ല. സാധാരണ ഒരു മോമിനായ മനുഷ്യൻ സലാം പറഞ്ഞാൽ മടക്കൽ വുജൂബാണല്ലോ. അപ്പൊ ഒരാൾ നിസ്കരിക്കേണ്ട അടുത്ത്, അയാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്നാണ്. അപ്പൊ ഈ ഇരിക്കുന്ന ആള് വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്ന സുന്നത്ത് തന്നെയാണ്, വുജൂബില്ലാതെ മാത്രം. വുജൂബില്ലെങ്കിലും വല്യുസന്നു, അടുത്തുള്ള ആള് നിസ്കാരത്തിലല്ലാത്ത ഒരാള് നിസ്കരിച്ചു കഴിഞ്ഞുകൊണ്ട് സലാം വീട്ടുന്ന ശബ്ദം കേട്ടാൽ ഈ വ്യക്തിക്ക് സലാം മടക്കൽ സുന്നത്തുണ്ട്, പക്ഷേ വുജൂബില്ല. ഇങ്ങനെ ഇപ്പൊ 14 ഫർളുകള് 2 ഒഴിച്ച് 12 ഫർളുകളുടെയും ബന്ധപ്പെട്ട സുന്നത്തുകൾ ഹൈആത്ത് സുന്നത്തുകളാണ്. അതൊക്കെ ഇപ്പൊ നമ്മള് പറഞ്ഞു കഴിഞ്ഞു. കൂട്ടത്തിൽ അബയാദ് സുന്നത്തും പറഞ്ഞു. ഇനി നിസ്കാരത്തിന്റെ മൊത്തം വരുന്ന കുറെ സുന്നത്തുകളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ എടുക്കാം. ഇന്ന് കുറച്ച് നീണ്ടുപോയി. അബൂ സഫ്വാൻ ഉസ്താദ് നാട്ടി പോവാൻ മാഷാ അല്ലാഹ്. കുറച്ച് സമയം ഇന്നലെപ്പം ഏതായാലും ക്ലാസ് വരാൻ കഴിഞ്ഞില്ല. ക്ലാസ് എടുക്കാൻ കഴിയാത്തതിൽ പൊറുതിയോടൊന്നുമില്ല, പക്ഷെ വരാൻ കഴിയാഞ്ഞാല് എന്നിപ്പോ ഈ ക്ലാസ് ഇങ്ങനെ ശേലായി നോക്കുമ്പോ 2 ദിവസം ക്ലാസ്സിന് ശരിക്കും കയറാൻ പറ്റാതെ ആയപ്പോ ഏതോ ഒരു കാട്ടിൽ ഒറ്റപ്പെട്ടൊരു കോലം തോന്നല്. ഇതിങ്ങനെ കുറെ സമയം കുറെ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്ന അൽഹംദുലില്ലാ വലിയ റാഹത്തുള്ള ഒരു സംഗതിയാണ്. കുറെ മോമിനീങ്ങളുമായിട്ട് ഒരുമിച്ച് കൂടുക, ദുആ ചെയ്യുക, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, വലിയ സന്തോഷമായി. വരാൻ കഴിയാത്തതിൽ ഇന്നലെ വലിയ വിഷമമായി. ഇന്നിപ്പോൾ അൽഹംദുലില്ലാ അതിനുവേണ്ടി സഹായിച്ച കുട്ടികളുണ്ട് ഇവിടെ, ചെറുപ്പക്കാർ കുട്ടികൾ, ഇവരൊക്കെ ഓരോ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ഖൈറും ബർക്കത്തും അർഹമായ പ്രതിഫലവും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാല്ല. അത് അവർക്കൊന്നും പൈസ കൊടുക്കാൻ കഴിയൂല, പൈസ കൊടുത്തിട്ടുമില്ല, പൈസ കൊടുത്താലോട്ട് വാങ്ങൂല, നമ്മളെ സ്വന്തം കുട്ടികളാ. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, നമ്മളെ ഇൽമ അല്ലാഹു തആല നാഫിയാക്കി തരുമാറാകട്ടെ. ഇനി കുറച്ച് സമയം എന്തെങ്കിലും സംശയമൊക്കെ ചോദിക്കുക, ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, പിന്നെ ഒരു സംശയം, ഈ സലാമിന്റെ നിർബന്ധത്തിൽ പറഞ്ഞേക്കാം അല്ലാ യഖ്സുദ ബിഹാ ഗൈറ തഹല്ലുലിന്ന്, തഹല്ലുൽ മാത്രമേ അതുകൊണ്ട് കരുതാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ എങ്ങനെ നമ്മൾ മലക്കുകൾക്കും മറ്റുള്ളവർക്കൊക്കെ സലാം പറയാന്നുള്ള ഉദ്ദേശത്തിൽ സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാജിബാത്തിന് എതിരാവൂലേ ഉസ്താദെ? ആ ഒരു സംശയമുണ്ട്. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് DC ആയോ? അബു ഷാക്കിർ ഉസ്താദ് DC ആയെന്ന് തോന്നുന്നു. മൈക്കിലേക്ക് വരുന്നത് കാണുന്നില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ക്ഷമിക്കുക, ഉസ്താദ് വരുന്നത് വരെ. അല്ലാ യഖ്സിദു ബിഹാ ഗൈറ തഹല്ലുലി അല്ലേ? സലാം വീട്ടുന്നത് കൊണ്ടിട്ട് തഹല്ലുലല്ലാതെ അല്ലാ യഖ്സിദു ബിഹാ ഗൈറ തഹല്ലുൽ, തഹല്ലുലല്ലാതെ മറ്റൊന്ന് കരുതാതിരിക്കുക. തഹല്ലുലല്ലാതെ മറ്റൊന്ന് കരുതാതിരിക്കുക എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ തഹല്ലുലല്ലാതെ വേറെന്തെങ്കിലും കരുതരുത് എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് തഹല്ലുല് കരുതണം എന്നതുകൊണ്ട് വരൂല. തഹല്ലുലിനെ കരുതൽ സുന്നത്താണെന്ന് അത് വേറെ പറഞ്ഞെങ്കിൽ തന്നെ ഉള്ളൂ. തഹല്ലുല് കരുതണം എന്നും പറഞ്ഞിട്ടില്ല, കരുതണ്ടെന്നും പറഞ്ഞിട്ടില്ല. തഹല്ലുല് അല്ലാത്ത മറ്റെന്തെങ്കിലും ഉദ്ദേശം കരുതാൻ പാടില്ല. മറ്റെന്തെങ്കിലും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിസ്കാരം മുറിച്ചു പോവുകയാണ്, ഇടയ്ക്ക് മുറിക്കുക. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സലാം പറയാന്നോ അല്ലെങ്കിൽ അതൊരു ദിക്ർ ചെല്ലാന്നോ ഇങ്ങനെയൊന്നുള്ള പുറമെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റു കാര്യങ്ങൾ കരുതരുത് എന്നല്ലാതെ പ്രത്യേകം വുജൂബിന് എന്തില്ല, ഫർള് വീടാൻ വേണ്ടിയിട്ട് സലാം പറയുമ്പോൾ തഹല്ലുലിനെ കരുതിക്കൊള്ളണമെന്ന് വുജൂബില്ല. മറ്റൊന്ന് അത് റുക്കൂവിന്റെ അവിടെയൊക്കെ പറഞ്ഞത് തന്നെ എല്ലായിടത്തും പറഞ്ഞല്ലത്. റുക്കൂയിലേക്ക് പോകുമ്പോൾ റുക്കു അല്ലാത്ത മറ്റൊന്നിനെ കരുതാൻ പാടില്ല. അതോടുകൂടി റുക്കൂക്ക് പോകുന്നു എന്ന് കരുതിക്കൊള്ളണം അവിടെ ഇല്ല. എഴുത്തുദാലിക്ക് പോരുമ്പോൾ എഴുത്തുദാലല്ലാത്ത മറ്റൊന്നിനെ കരുതാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നതുപോലെയാണ് സലാം കൊണ്ട് തഹല്ലുലല്ലാതെ മറ്റൊന്ന് കരുതാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സലാമിനോട് മുനാഫിയാവുന്ന മറ്റൊന്നിനെ കരുതാൻ പാടില്ല. ഏതുപോലെ റുക്കുവിനോട് മുനാഫിയായ അല്ലെങ്കിൽ എഴുത്തുദാലിനോട് മുനാഫിയായ മറ്റൊന്ന് കരുതാൻ പാടില്ല. അതെല്ലാ റുക്കിന്റെ അവിടെയും പറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ ചുരുക്കുദ്ദേശം എന്താന്ന് വെച്ചാല്, നമ്മൾ ളുഹർ എന്ന ഫർദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് കൂട്ടിക്കൊള്ളി. ളുഹർ നോക്കട്ടെ, ളുഹർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു എന്നൊരാൾ നിയ്യത്ത് ചെയ്താൽ ഇതിലിപ്പോ റുക്കുവും പെട്ട് ഇത്തിദാലും പെട്ട് സുജൂദും പെട്ട് ഇടയിലിരുത്തും പെട്ട് സലാം വരെയുള്ള എല്ലാം പെട്ട്. അപ്പൊ അവിടെയൊക്കെ പറയും റുക്കൂക്ക് പോകുമ്പോ മറ്റൊന്നിനെ കരുതാൻ, റുക്കൂക്ക് പോകുന്നു എന്ന് പ്രത്യേകം കരുതിക്കൊള്ളണമെന്നില്ല, മറ്റൊന്ന് കരുതാൻ പാടില്ല. ഏത്തിദാലിക്ക് പോകുമ്പം ഏത്തിദാലിക്ക് പോകുന്നു എന്ന് പ്രത്യേകം കരുതിക്കൊള്ളണമെന്നില്ല, മറ്റൊന്ന് കരുതരുത് എന്ന് പറഞ്ഞാൽ നെയ്യത്തിൽ പെട്ടാണ്. അതിന് മുനാഫിയാവുന്ന വേറൊന്ന് കരുതാൻ പാടില്ല. ആ കൂട്ടത്തിൽ റുക്കുവിലേക്ക് പോകുമ്പോൾ റുക്കുവിനെ കരുതും പോലെ സലാം പറയുമ്പോൾ തഹല്ലുലിനെ കരുതുക. ഈ തഹല്ലുൽ അല്ലാത്ത മറ്റൊന്നും ഉദ്ദേശം ഉണ്ടാകരുത് എന്ന്. ഏതുപോലെ റുക്കുവിൽ നിന്നിട്ട് വരുമ്പോ പാമ്പിനെ പേടിച്ചിട്ട് ഉയർന്നു, അതല്ലെങ്കിൽ സുജൂദിക്ക് തിലാവത്തിന്റെ സുജൂദിന് എന്നുള്ള ആൾക്ക് കുനിഞ്ഞു, റുക്കുവിന്റെ അവിടെ എത്തിയപ്പോ അവിടെ നിർത്തി. ഇങ്ങനെ മറ്റൊന്ന് കരുതരുത് എന്നതുപോലെ ഇതുമായിട്ട് ബന്ധമില്ലാത്ത പുറത്തൊരു കാര്യം കരുതരുത് പറഞ്ഞുകൊണ്ട് അർത്ഥമുള്ളൂ. തഹല്ലുലിനെ കരുതുക എന്ന് പറയുന്നത് സുന്നത്താണ്. ഏതുപോലെ റുക്കുവയ്ക്ക് പോകുമ്പോൾ റുക്കുവയ്ക്ക് പോകുക എന്ന് കരുതൽ സുന്നത്ത് തന്നെയാണ്. ഇത്തിദാലിക്ക് പോകുമ്പോൾ ഇത്തിദാലിക്ക് പോകുന്നത് കരുതൽ സുന്നത്ത് തന്നെ. പക്ഷെ പ്രത്യേകം കരുതിക്കൊള്ളണമെന്ന് വുജൂബില്ല. മറ്റൊന്ന് കരുതരുത്, അതിനെ സലാമിലും പറഞ്ഞിട്ടുള്ളൂ. മറ്റൊന്ന് കരുതരുത്, എന്നാൽ തഹല്ലുലിനെ കരുതൽ സുന്നത്ത് തന്നെ. എന്നാ അതിനോട് മുനാഫി അല്ലാത്തതാണ് ഈ തഹല്ലുലിനെ കരുതുന്നതിൽ പെട്ടതാണ് എന്ത് മലായിക്കത്തിന്റെ പേരില്, അതല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ മനുഷ്യർ ജിന്നുകളുടെ പേരില്, അതുപോലെ തന്നെ ഇമാമു മൗമൂമിന്റെ മേലും മൗമൂമ് ഇമാമിന്റെ പേരിൽ, അതുപോലെ തന്നെ മൗമൂമികൾ പരസ്പരം സലാമിനെ കരുതുക, സലാം വീട്ടലിനെ കരുതുക എന്ന് പറയുന്നത് സലാമിൽ പെട്ടതാണ്, അത് വേറൊന്നല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും ഉസ്താദേ, എൻ്റെ ചോദ്യം, ഇവിടെ ഗൾഫിൽ നിസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ ചില ആളുകളെ വിടവ് നികത്താൻ വേണ്ടി അടുത്ത ആളുകളെ കൈകൊണ്ട് മാടി വിളിക്കുന്നതായിട്ടും പിടിച്ചു വലിക്കുന്നതായിട്ടും ചെയ്യുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിസ്കാരത്തിലെ ശ്രദ്ധ വിടുന്നത് കൊണ്ട് ആ ആളുടെ നിസ്കാരം ബാത്തിലാകുമോ അതോ ആ വിടവ് നികത്താൻ വേണ്ടി അങ്ങോട്ട് നീങ്ങലാണോ നല്ലത്?
എന്ന് ഉള്ളൊരു സംശയമാണ്. രണ്ടാമത്തേത് മരിച്ചവർക്ക് വേണ്ടി, അതായത് ഹജ്ജ്, ഉംറ, തവാഫ് ഇതുപോലെ ചെയ്യുന്നത്, അത് നമ്മൾ ഹദിയ ചെയ്യുകയാണെങ്കിൽ ആ ആൾക്കും നമ്മൾക്കും ഒരുപോലെ കൂലി കിട്ടുമോ? രണ്ടാമത് ഹജ്ജും ഉംറയും ചെയ്യാത്ത ആളാണെങ്കിൽ ആ ആള് ചെയ്യേണ്ട ബാധ്യതകൾ നമ്മൾ അവർക്ക് ചെയ്യുന്നതോടുകൂടി നിർവഹിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയമാണ്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. എല്ലാം കൂടി ചോദിച്ചാൽ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അവിടെ കുറെ ഹജ്ജും കുറെ ഉംറയും കുറെ നിസ്കാരവും ഒക്കെ വേണായാലേ ഒന്നിന്റെ അനുബന്ധമായിട്ടുള്ള ചോദ്യമാണെങ്കിലല്ലേ ഓർമ്മക്കുള്ളൂ. പലതുമായിട്ട് പലയിടത്തുനിന്നും ചോദിച്ചാൽ അത് പിന്നെ രണ്ടാമത് മൈക്കരുത് ചോദിക്കല്ലാഞ്ഞാലേ അവസാനം ഒന്നും ഉണ്ടാവില്ല, അവിടെ കേട് വേറെത്തില്ല. ഇപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്താന്നുള്ളത് ഞാൻ മറന്നാണ്. അത് നിസ്കാരമായിട്ട് ബന്ധപ്പെട്ട് എന്താ? ഒന്നാമത് പറഞ്ഞത് സൊഫിൽ വിടവ് വന്നാൽ അത് നികത്താൻ വേണ്ടി അടുത്ത് നിൽക്കുന്ന ആളുകളെ മാടി വിളിക്കുന്നു കാണാം. അധികരിച്ച പ്രവൃത്തി വരാതെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവില്ല. തുടർച്ചയായി അധികരിച്ച പ്രവൃത്തി വരികയാണെങ്കിൽ നിസ്കാരം ബാത്തിലാവും, ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. എന്നാലും അങ്ങനെ പ്രവൃത്തി അധികരിച്ചതല്ലാത്ത പ്രവൃത്തി ചെയ്യൽ തന്നെ കറാഹത്താണ് അത്യാവശ്യം ഇല്ലാത്ത സാഹചര്യത്തിൽ. അങ്ങനെ വിടവ് കണ്ടാൽ അത് കണ്ട ആളുകൾ നികത്തേണ്ടതാണ്, അത് കടമയാണ്. അതില്ലാതിരുന്നാൽ നമ്മളെ ജമാഅത്തിന്റെ കൂലി പോകൂലേ ബേക്കിലുള്ളവർക്കൊക്കെ. മുന്നിൽ സൊഫിൽ ഒരാൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ട്, അവിടെ നിൽക്കാതെ അതിന്റെ ബേക്ക് പോയിട്ട് സൊഫ് കെട്ടിയാൽ ഈ ബേക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ അതിന്റെ കീപ്പിട്ട് ബേക്കിൽ വരുന്നവർക്കൊന്നും ജമാഅത്തിന്റെ കൂലി കിട്ടൂല. അപ്പൊ അത്രയും ആളുകൾക്ക് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വിടവ് കണ്ട സ്ഥലത്തേക്ക് സ്വന്തം നിൽക്കുകയാണ് വേണ്ടത്. നിൽക്കുന്നില്ലെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ട ആള് മറ്റുള്ളവരെ ഉണർത്താൻ വേണ്ടിയിട്ട് അധികരിച്ച പ്രവൃത്തി വരാതെ ഇഷാറത്ത് ചെയ്യുന്നത് നല്ലത് തന്നെ, അതുകൊണ്ട് വിരോധമില്ല. അങ്ങനെ ചെയ്താൽ ആ സ്ഥലത്ത് കയറി നിന്ന് ആ വിടവ് നികത്തിയാൽ നമുക്ക് ആ സുന്നത്ത് കിട്ടും എന്ന് മാത്രമല്ല, ബേക്കിൽ അതിന്റെ ശേഷമുള്ളവർക്കൊക്കെ ജമാഅത്തിന്റെ കൂലി കിട്ടാൻ കാരണമാവും എന്നതുകൊണ്ട് വലിയ ഫളീലത്തുള്ള കാര്യവുമാണ്. ഓക്കെ, പിന്നെന്തേ പറഞ്ഞത്? ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ചോദിച്ചിരുന്നു, വ്യക്തമായിട്ട് രണ്ടാമത് അയാൾ എന്നെ ഒന്ന് മൈക്കെടുത്തോട്ടെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് പോകാനായിട്ടില്ല. ഏതായാലും ചോദിച്ച സ്ഥിതിക്ക് അത് ഒന്നുകൂടി മൈക്കെടുത്തിട്ട് വ്യക്തമായി പറയണം എന്താ നിങ്ങൾ ചോദിച്ചതിന്റെ ഉദ്ദേശം. ഓക്കെ, മൈക്കു. രണ്ടാമത് ഞാൻ ചോദിച്ചത് ഹജ്ജ്, ഉംറ, തവാഫ് ഇത് മരിച്ചവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഹദിയ ചെയ്യുമ്പോഴേ അത് രണ്ടു കൂട്ടർക്കും ഒരുപോലെ കൂലി കിട്ടുമോ? പിന്നെ മരിച്ച വ്യക്തി ഹജ്ജും ഉംറയും ചെയ്യാത്ത ആളാണെങ്കിൽ ആ ആള് ഹജ്ജിനും ഉംറക്കും ചെയ്യേണ്ട ബാധ്യതകൾ നമ്മൾ അവർക്ക് വേണ്ടി ഈ ഹദിയ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടോ? അതിനെ പറ്റിയൊന്ന് വിശദീകരിച്ചാലും. ഹജ്ജ് ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാത്ത അല്ലെങ്കിൽ ഉംറ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടി ഹദിയാക്കല്ല, അവർക്ക് വേണ്ടി തന്നെ ചെയ്യാം. ആര് ആണ് ഇപ്പൊ നമ്മളെ കുടുംബത്തിലോ നമ്മുടെ ലോകക്കാരിലോ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട വ്യക്തി ജീവിതത്തിൽ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടാത്ത ആളാണ് അല്ലെങ്കിൽ ഉംറ ചെയ്യാത്ത ആളാണ്. അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് അയാൾക്ക് വേണ്ടി ഉംറ ചെയ്യുന്നു എന്ന നിയ്യത്തോടു കൂടി തന്നെ ഇഹ്റാം ചെയ്ത് അയാൾക്ക് വേണ്ടി ചെയ്യണം. അങ്ങനെ ചെയ്താൽ അയാൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്തതുപോലെ ഉംറ ചെയ്തതുപോലെ ആവും. നിർബന്ധമുള്ള ആളാണെങ്കിൽ കടമ വീടും, സുന്നത്തുള്ള ആളാണെങ്കിലും ഫർളായ ഹജ്ജ് ചെയ്ത അല്ലെങ്കിൽ ഫർളായ ഉംറ ചെയ്ത കൂലി കിട്ടും. അത് ജീവിതത്തിൽ ചെയ്യാത്തവര്, അങ്ങനെ ചെയ്യാത്തവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അയാളെ ബാധ്യതയൊന്നും നമ്മൾ വീട്ടേണ്ട ആവശ്യമില്ല. അത് വീട്ടാൻ വേറെ വകുപ്പ് ഉണ്ടെങ്കിൽ, സ്വത്തുണ്ടെങ്കിൽ വീട്ടിയാൽ മതി. അതും ഇതുമായിട്ട് ബന്ധമില്ല. ഇത് നമ്മുടെ വക സൗജന്യമായിട്ട് ചെയ്യാം. ഹജ്ജ് ചെയ്യാത്തപ്പോ നമ്മളെ കുടുംബത്തിലകന്ന കുടുംബത്തിൽപ്പെട്ട ഒരാളുണ്ട്, അയാൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ അടുത്തൊരു സുഹൃത്ത് അയാൾ ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഉംറ ചെയ്തിട്ടില്ല, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഉംറ അല്ലെങ്കിൽ ഒരു ഹജ്ജ് ചെയ്യുന്നു. അപ്പൊ അവരുടെ പേരിൽ തന്നെ നിയ്യത്ത് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ അവര് ജീവിതത്തിൽ ചെയ്തതുപോലെ ഫർളായ ഹജ്ജിന്റെയും ഫർളായ ഉംറയുടെയും പ്രതിഫലം അവർക്ക് ലഭിക്കും. അതോടുകൂടി അവർ വേറെ വല്ല കടപാടുകളോ മറ്റോ വീട്ടുണ്ടെങ്കിൽ അത് ഹജ്ജ് ചെയ്യുന്നവനും ഉംറ ചെയ്യുന്നവനും അതുമായിട്ട് ബന്ധമൊന്നുമില്ല, അത് വേറെ അതുമായിട്ട് ബന്ധമില്ല. മറ്റേത് സുന്നത്തായ ഉംറ ചെയ്യുന്നു അല്ലെങ്കിൽ സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നു, അത് നമുക്ക് വേണ്ടി തന്നെ ചെയ്യാം. നാം ഒരു ഉംറ ചെയ്യുന്നു സുന്നത്തായ ഉംറ, അല്ലെങ്കിൽ നാം ഒരു സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ പ്രതിഫലം
നമ്മുടെ കുടുംബത്തിൽപ്പെട്ടയോ നമ്മുടെ ബന്ധത്തിൽപ്പെട്ടയോ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് അതിയാക്കുന്നു. ഉപതാരം മരിച്ചുപോയ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജ്യേഷ്ഠന്മാരോ പെങ്ങന്മാരോ ഒക്കെ മരിച്ചുപോയവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദന്മാരോ നമ്മുടെ ഭാര്യ വീട്ടുകാരോ അതിൽപ്പെട്ട ആരെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സ്നേഹിതന്മാരോ, അവരുടെ പേരിലൊക്കെ അതിയാക്കാം. ഹദിയാക്കി കഴിഞ്ഞാൽ നമ്മക്കും കൂലി കിട്ടും, അവർക്കും കൂലി കിട്ടും. അതിന് ഫർദ് കിട്ടിയാലും അങ്ങനെ നമ്മൾ ചെയ്തതിന് കൂലി നമുക്ക് കിട്ടും. അവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അവർക്കും കിട്ടും മാത്രം. പക്ഷെ ഫർള് ചെയ്യണമെങ്കിൽ അവർ പ്രത്യേകം മരണപ്പെട്ടതിന് ശേഷം അവർക്ക് വേണ്ടി ഫർള് ചെയ്യണമെങ്കിൽ അവർ ജീവിതത്തിൽ ചെയ്തിട്ടില്ല എന്നാ മതി, അവർ വസിയത്ത് ചെയ്തോളുന്നില്ല. സുന്നത്തായത് അവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവർ മരിക്കുന്നതിന് മുമ്പ് വസിയത്ത് ചെയ്തെങ്കിലേ സുന്നത്തായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടി ചെയ്തിട്ട് ചെയ്ത് പൂർത്തിയാവുമ്പം നമ്മൾ ഹത്തോതി ദ്വാരക്കും പോലെ അതിന്റെ പ്രതിഫലം അവർക്ക് അതിയാക്കാം. അങ്ങനെ ആയാൽ അവർക്കും കൂലി കിട്ടും, നമുക്കും കൂലി കിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും. മറഞ്ഞ മയ്യത്തിനെ കുട്ടികൾ നിസ്കരിക്കുന്നതിന്റെ വിധി എന്താ ഉസ്താദ് എന്ന് പറഞ്ഞുതരാം. പിന്നെ മയ്യത്ത് നിസ്കാരത്തിന് സഫ് കെട്ടിലെ ഏറ്റവും അഫ്ദലായ രൂപം ഒന്ന് ഉസ്താദ് വിവരിക്കുക. മറഞ്ഞ മയ്യത്തിന്റെ മേലില് കുട്ടികൾ ഒറ്റക്ക് നിസ്കരിച്ചാലും മതിയാവൂല. അതേ സമയത്ത് വലിയവരുടെ കൂട്ടത്തിൽ കുട്ടികൾ നിസ്കരിച്ചാൽ മതിയാകും എന്നാണ് കിതാബുകളിലൊക്കെ ഖിലാഫ് ഉണ്ട വിഷയത്തിൽ. എന്നാലും സഹിയാകുന്ന കാരണം ഫർദിന്റെ അഹിലുകാരാവണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഫർദ് വീടാൻ അഹിലായ ആളായാൽ മതി എന്നാണ്. ഫർദ് വീടാൻ അഹിലാകുന്നതും ഫർലാകുന്നതും രണ്ടും രണ്ടാണ്. ഫർലാകുന്നത് പ്രായപൂർത്തി എത്തിയ പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കാണ് ഫർലാകുന്നത്. അതേസമയത്ത് ഫർദ് വീടാൻ എന്ത് മതി? തമ്മീസായി 7 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷമുള്ള കുട്ടികളായാലും മതി. അവർക്ക് ഫർദില്ലെങ്കിലും നിസ്കരിച്ചാൽ ഫർദ് വീടും. ആ നിലക്ക് ഫർദിന്റെ അയലുകാരാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫർദ് വീടാൻ പറ്റുന്ന ആളുകളായാൽ മതി. നിസ്കാരം ഫർദില്ലെങ്കിലും നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ ഫർദ് വീടുന്ന ആളുകളായാൽ മതി. അപ്പൊ മുക്കല്ലഫായിട്ടില്ലെങ്കിലും തമ്മീസ് വകതിരിവെത്തിയവരായാൽ മതിയാകും എന്ന് മഹാന്മാരായ ഫുഖഹാ വിശദീകരിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ കുട്ടികൾക്കും നിസ്കരിക്കാവുന്നതാണ് വായിബായ മയ്യത്തിന്റെ പേര്. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. പിന്നെ വേറെ സംശയം ഉള്ളത്, ഈ അത്തഹിയാത്തിന്റെ ശേഷമുള്ള സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിക്ക് റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്തതിനേക്കാൾ അള്ളാഹു ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഇബ്രാഹിം നബിക്ക് ഗുണം ചെയ്തതുപോലെ നബിക്ക് ഗുണം ചെയ്യണേന്നല്ല സ്വലാത്തിന്റെ അർത്ഥത്തിലുള്ളത്. അപ്പൊ റസൂലുള്ളാഹിയാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്തതെന്നല്ല അറിവുള്ളത്. അപ്പൊ ആ റസൂലുള്ളാഹിനേക്കാളും ഗുണം ചെയ്ത ആളുകളാവണ്ടേ റസൂലുള്ളാഹിക്ക് അതുപോലെ ഗുണം ചെയ്യണമെന്ന് പറയുമ്പോ അപ്പൊ ഇബ്രാഹിം നബിക്കാണോ റസൂലുള്ളാഹിനേക്കാളും ഗുണം ചെയ്തിട്ടുള്ളത് എന്നൊരു സംശയം. പിന്നെ നേരത്തെ ഞാൻ ചോദിച്ചിരുന്നു മറ്റൊരു സംശയം, ഏത് അല്ലാ യഖ്സുദ ബിഹാ ഗൈറ തഹല്ലുലി എന്ന് പറഞ്ഞേ. അതിന്റെ ഉത്തരം ഉസ്താദ് പറഞ്ഞു എന്താ മനസ്സിക്ക് റാഹത്തായിട്ടില്ല. കാരണം എന്തായാലും മലക്കുകളോട് സലാം പറയുമ്പോ എന്തായാലും ഉദ്ദേശം ആ ഒരു സലാമും കൂടി ഉണ്ടാവല്ലോ. അപ്പൊ തഹല്ലുൽ അല്ലാത്ത ഒരു ഉദ്ദേശം കൂടി ആ സലാമിന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സംശയം കൂടി അവിടെ ബാക്കിയാവുന്നുണ്ട്. ആ ജവാബ് ഒരു കാഫി ആവുന്നില്ല. ഉസ്താദിന്റെ മറ്റു ഉത്തരങ്ങളൊക്കെ കാഫി വാഫിയായ ഉത്തരങ്ങളാണ് ഉണ്ടാവാറുള്ളത്. അതിലെന്തോന്നാവും ആ ഉത്തരം ഒരു മനസ്സിക്ക് റാഹത്താവാത്തൊരു ഉത്തരം പോലെ ഉണ്ട്. അത് ഉസ്താദ് ഒന്നും കൂടി വിശദീകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്റെ 2 ചോദ്യമുള്ള, ഒന്ന് അത്തയ്യാത്തിൽ സ്വലാത്തിന്റെ ശേഷം റസൂലുള്ളാഹിക്ക് ഇബ്രാഹിം നബിക്ക് ചെയ്തതുപോലത്തെ ഗുണം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബിക്ക് റസൂലുള്ളാഹി ഒറ്റയാളും കൊടുത്തിട്ടോ? അതുപോലെ തന്നെ രണ്ടാമത്തത് ഈ എന്താ സലാം വീട്ടുമ്പോൾ മലക്കുകളൊക്കെ ഉദ്ദേശിക്കുമ്പോൾ തഹല്ലുൽ അല്ലാത്തൊരു ഉദ്ദേശം അവിടെ വരുന്നുണ്ടല്ലോ, അതും കൂടി ഒന്നും കൂടി വിശദീകരിക്കണം എന്ന് ഓർമ്മിക്കുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അവിടെ തിരിയാൻ ബാക്കിണ്ടല്ലേ? എന്നാ തിരിച്ചാളെ നമ്മൾ ആദ്യം അവിടുന്ന് തിരിഞ്ഞാളെ, എന്നിട്ട് പിന്നെ അങ്ങോട്ട് പോരാ. അതായത് തഹല്ലുല് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് അവിടെ ഒരു ഖഫാ അവ്യക്തത വന്നത്. തഹല്ലുല് എന്ന് പറഞ്ഞാൽ തഹറുമിന്റെ നേരെ ഓപ്പോസിറ്റാ. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ പടപ്പുകളുമായുള്ള ബന്ധങ്ങളൊക്കെ ഹറാമാക്കി പടച്ചവനുമായിട്ടുള്ള ബന്ധത്തിൽ പ്രവേശിക്കുക എന്നാണ് അവിടെ തക്ബീറത്തു തഹറും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തഹല്ലുല് എന്ന് പറഞ്ഞാൽ ആ പടച്ചവനുമായിട്ട് മാത്രമുള്ള ബന്ധത്തിൽ നിർത്തി
പടപ്പുകളിലുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരിക എന്നാണ് തഹല്ലുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തിരിച്ചു വരൽ തന്നെയാണല്ലോ മലായിക്കത്തിന് സലാം പറയാ, മോമിനീങ്ങൾക്ക് സലാം പറയാ, ജിന്ന് ഇൻസുകളിൽപ്പെട്ട മോമിനീങ്ങൾക്ക് സലാം പറയാ, ഇമാമിന് സലാം പറയാ, ബാക്കിയുള്ളവർക്ക് സലാം പറയാ, ഇമാമിന്റെ സലാം മടക്കുക, മൗമൂമിന്റെ സലാം മടക്കുക എന്നൊക്കെ കരുതുക എന്നറിയണത് തന്നെയാണ് ഈ തഹല്ലുൽ. അത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്ത ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അത് മനസ്സിലാകാത്ത കട. തഹല്ലുൽ എന്ന് പറഞ്ഞത് കൊണ്ട് പടപ്പുകളോടുള്ള എല്ലാ ബന്ധവും ഹറാമാക്കിയതാണ് തക്ബീറത്തുൽ ഇഹ്റാം. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹറാമിൽ പ്രവേശിക്കാൻ തന്നെ അതിന്റെ അർത്ഥം. പടപ്പുകളോടുള്ള സംസാരവും ബന്ധവും ഒക്കെ ഹറാമാക്കി പടച്ചവനോടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിച്ചു നിസ്കാരം കൊണ്ട്. ഇനി തഹ്ലീൽ എന്ന് പറഞ്ഞാൽ, തഹല്ലുൽ എന്ന് പറഞ്ഞാൽ മുമ്പ് പടപ്പുകളോടുള്ള ബന്ധം ഹലാലായിരുന്ന ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ പടപ്പുകളോടുള്ള ബന്ധം ഹലാലാവുന്നതിലേക്ക് തിരിച്ചു വരിക എന്നാ തഹല്ലുൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ തിരിച്ചു വരുന്ന തന്നെയാണല്ലോ മലായിക്കത്തിന് സലാം പറയുക, മുഅ്മിനീങ്ങളായിരിക്കുന്ന ജിന്നിൻസുകൾക്ക് സലാം പറയുക, ഇമാമിന്റെ സലാം മടക്കുക, മൗമൂമിങ്ങളുടെ സലാം മടക്കുക, ഇമാമിന് സലാം പറയുക, മൗമൂമിന് സലാം പറയുക എന്നൊക്കെ പറഞ്ഞത് പടപ്പുകളോട് ബന്ധം വെക്കുക എന്നാണ്. അപ്പൊ പടപ്പുകളോട് ബന്ധപ്പെടുക, പടച്ചവനോട് മാത്രമുള്ള ബന്ധം എന്ന അവസ്ഥയിൽ നിന്ന് പടപ്പുകളോടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്ന തഹല്ലുൽ അല്ലാത്ത മറ്റൊന്ന് കരുതരുത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ തഹല്ലുൽ മനസ്സിലായില്ലേ? തഹല്ലുൽ കരുതുക പറഞ്ഞാൽ പടപ്പുകളോടുള്ള ബന്ധത്തിലേക്ക് തിരിച്ചു വരിക എന്നാ. ആ ബന്ധം തിരിച്ചു വന്നുകൊണ്ട് പടപ്പുകളോട് ബന്ധപ്പെടുക, മലക്കുകൾക്ക് സലാം പറയാ, മുഅ്മിനീങ്ങൾക്ക് സലാം പറയാ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതിലൊരു ഖഫാവും ഇല്ല. നേരത്തെ ഖഫാ ഉണ്ടെങ്കിൽ ഇപ്പൊ തീർന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കട്ടെ. എന്നതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്, അതുപോലെ തന്നെ അവിടുത്തെ ആരിനും നബി തങ്ങളെക്കാൾ കൂടുതൽ അള്ളാഹു തആല ഗുണം ചെയ്തിട്ടുണ്ട് എന്നർത്ഥമല്ല. ഒരു പ്രത്യേകമായ ഗുണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മറ്റ് നബിമാർക്ക് ചെയ്യാത്തത് ചെയ്തിട്ടുണ്ട്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിനും ചെയ്തിട്ടുണ്ട്. ആ പ്രത്യേകമായ ഗുണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുപോലെ തിരുനബി തങ്ങളുടെ കുടുംബത്തിനും കൂടി കൊടുക്കണം എന്നാ ചോദ്യത്തിന് ചുരുക്കം. നബിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, നബിക്ക് കൊടുത്തു തന്നെ. അതോടുകൂടി നബിന്റെ കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇമാമത്ത്, അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിശദീകരിച്ച്. ദീനിന്റെ ഇമാമ് എന്ന് പറയുന്ന പദവി, അതായത് നുബുവത്ത് റിസാലത്തായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും കുടുംബത്തിനും കൊടുത്തിരുന്ന ഇമാമത്ത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അത് തന്നെ കൊടുത്ത്. എന്നാൽ തിരുനബി തങ്ങളുടെ കുടുംബത്തിന് അതില്ല. എന്നാൽ തത്തുല്യ സ്ഥാനമാവുന്ന ദീനിലുള്ള ഇമാമത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും കുടുംബത്തിനും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കുടുംബത്തിനേക്കാൾ ബഹുമതി കുറവാണ് എന്ന് വരില്ല. ഈ ഇമാമത്ത് ഫിദ്ദീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഷയം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും കുടുംബത്തിനും കൊടുത്തതുപോലെ ദീനിലുള്ള ഇമാമത്ത് എന്ന് പറയുന്ന പ്രത്യേക സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്നതുപോലെ കുടുംബത്തിനും കൊടുക്കണമേ എന്നാണ് പ്രത്യേകം ദുആയുടെ ആശയം. അതുകൊണ്ട് മറ്റു കാര്യങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനേക്കാളും കുടുംബത്തെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മേലെയാണ് എന്നതിനോട് അതിരില്ല. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പാന്റും ഷർട്ടുമാണ് ധരിച്ചത്. പാന്റ് പൊക്കിളിന്റെ അടിയത്തിന്റെ അടിയിലാണ് ധരിച്ചത്. പറഞ്ഞു തന്നെ. മൈക്കിൽ എന്തോ ഒരു കട 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 എന്നുള്ള ഒരു ഒച്ച ഇങ്ങനെ കേൾക്കാണ്ടേനി. ശബ്ദം ഇടക്ക് വ്യക്തമല്ലാത്ത നിലക്ക് ഒരു വല്ലാത്ത ശബ്ദമുണ്ട്. പാന്റും കുപ്പായും ധരിച്ച് നിസ്കരിക്കുമ്പം പാന്റ് പൊക്കിളിന്റെ താഴെയാണ്. അങ്ങനെ നിസ്കരിക്കാൻ പറ്റുമോന്ന് എന്നാണ് അത്ര വരെ ഞാൻ കേട്ട. അങ്ങനെ തന്നെ ആയിരിക്കും ശരിക്ക് വേണ്ടത്. പാന്റ് കൊണ്ട് തന്നെ പൊക്കിൾ മറയുന്ന രീതിയിൽ ഉടുക്കുകയാണ്. ഇനി അതില്ലെങ്കിൽ കുപ്പായം കൊണ്ട് ശരിയായ രീതിയിൽ റുക്കോയിലേക്ക് പോകുന്ന സമയത്തും സുജൂദിലേക്ക് പോകുന്ന സമയത്തും ഒന്നും ഔറത്ത് വെളിവാകാത്ത നിലക്ക് ശരീരത്തിൽ ചേർന്ന് നിൽക്കുന്ന കുപ്പായമാണ്. ഉദാഹരണം, അടിയിൽ ബനിയനിട്ട് ബനിയൻ ഈ പാന്റിന്റെ ഉള്ളിലേക്ക് ഇന്ന് ചെയ്തു, എന്നിട്ട് അതിന്റെ മുകളിൽ കുപ്പായിട്ടു. എന്നാൽ
പറഞ്ഞേക്ക് ഈ ബനിയൻ കൊണ്ട് പൊക്കിള് അതിന്റെ പരിസരത്തുള്ള ഔറത്തിന്റെ ഭാഗങ്ങളും പൂർണ്ണമായിട്ട് മറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ പറ്റും. അതില്ല, കുപ്പായം ബട്ടണിടുന്ന കുപ്പായാണ്, അതിന്റെ താഴെ ഭാഗം ബട്ടണില്ല, റുക്കൂക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ സുജൂദ് കിടക്കുമ്പോ ആ ഭാഗം അകലും, പാന്റാണെങ്കിൽ പൊക്കിളിന്റെ താഴെയാണ്, അങ്ങനെ വന്നാൽ നിസ്കാരം ശരിയാവൂല. അപ്പോ എപ്പോഴും പാന്റ് കൊണ്ട് തന്നെ പൊക്കിള് വരെ മറയാൻ ശ്രദ്ധിക്കുക. അതിന് വലിയ കുടവയറൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സാധിക്കൂല. അങ്ങനത്തെ ആളുകൾ എപ്പോഴും നിസ്കരിക്കുമ്പം ബനിയനിട്ട് ഇൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ശരിക്ക് ഈ ബനിയന്റെ തല ഇതിന് പാന്റിന്റെ ഉള്ളിലേക്ക് കടത്തി വെച്ച്, ബനിയനാവുമ്പോ ശരീരത്തിനോട് ചേർന്ന് നിൽക്കും ചെയ്യുമല്ലോ, റുക്കൂ ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും ഒന്നും അകലൂല. എന്നിട്ട് അതിന് മുള കുപ്പായിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ കുപ്പായൊറ്റൊക്കെ ഇട്ടത് ബട്ടൺ ഇടാത്ത ഇപ്പത്തെ ടീഷർട്ട് പോലത്തെ കുപ്പായാണ്, അത് താഴെ നിൽക്കുന്നുണ്ട്, റുക്കൂക്ക് പോകുന്ന സമയത്തോ സുജൂദിലേക്ക് പോകുന്ന സമയത്തോ ഒന്നും ഇതിന് നീങ്ങി പോണില്ല, എന്നാൽ മതി. ഏതായാലും അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ആളുകൾ കുടവയറുള്ള ആളുകൾ അതുപോലെ തന്നെ പാന്റ് കയറ്റിയാലും പിന്നെയും കീപ്പോട്ട് താഴാൻ സാധ്യത ഉള്ളത് കൊണ്ട് ബനിയനിട്ട് ആ ബനിയന്റെ തല ഈ പാന്റിന്റെ ഉള്ളിൽ വരുത്തി ശരിക്കും നമ്മൾ റുക്കോയിലും സുജൂദിലും ഒക്കെ പോകുമ്പോൾ പാന്റ് അല്പം കീപ്പോട്ട് വലിഞ്ഞാലും ഔറത്ത് ഭാഗം വെളിവാകില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പം ബനിയനിട്ട് അതിന്റെ താഴെ തല ഉള്ളിലാക്കി ഔറത്ത് വെളിവാകാത്ത രീതിയിൽ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം. അബദ്ധവശാൽ സാധാരണ കുപ്പായം എന്ന് പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് റുക്കൂക്കും സുജൂദുക്കും പോകുമ്പോൾ അതിങ്ങനെ അകലും. ഈ അകലുന്ന സമയത്ത് അതിന്റെ ഇടയിലൂടെ ഔറത്ത് വെളിവാകാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. ഓക്കെ മൈക്കു. ആദ്യത്തെ അത്തഹിയ്യാത്തില് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയുന്നത് കൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? എപ്പോഴോ ഒന്നാൾ ഉസ്താദ് പറഞ്ഞപ്പോൾ ശരിക്കും മനസ്സിലായില്ല. സഹവിന്റെ സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അത് എപ്പോഴാണെന്ന് വ്യക്തമാക്കി തന്നാൽ മതിയോ? അസ്സലാമു അലൈക്കും. ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരു മനുഷ്യനോ അല്ലെങ്കിൽ ഇമാമായിട്ട് നിസ്കരിക്കുന്ന മനുഷ്യനോ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ പറഞ്ഞതിന്റെ ശേഷം വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്നത് ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ഓതുന്നത് പാടില്ലാത്തതാണ്. അവിടെ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ലഘുവാക്കേണ്ടതായതുകൊണ്ട് അവിടെ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ എന്ന് ചൊല്ലാൻ പാടില്ല എന്ന അഞ്ഞ് ഖിറാഅത്തിന്റെ കൂട്ടത്തിൽ എണ്ണി പറയും. അഞ്ഞ് വരുന്നുണ്ട് നിസ്കാരത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഈ സുന്നത്ത് പറയും പോലെ തന്നെ വരാൻ സാധ്യതയുള്ള ഖിറാഅത്തുകൾ പറയുന്നത് അതിൽപ്പെട്ടത്. അതിന്റെ പുറമെ അവസാനത്തെ അത്തഹിയ്യാത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ പുറമെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലല് അബ്വാബ് സുന്നത്തുകളിൽപ്പെട്ട സുന്നത്താണെന്ന മുഅ്തമദായ അഭിപ്രായം. എന്നാൽ നമ്മുടെ ഷാഫി മദ്ഹബിൽ തന്നെ ഒരു രണ്ടാം ഖൗലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചെല്ലൽ വുജൂബായതുപോലെ കുടുംബത്തിന്റെ മേലും ഒടൂൽ അത്തഹിയ്യാത്തിൽ സലാത്ത് വുജൂബാണ്. അപ്പോ ഒടൂൽ അത്തഹിയ്യാത്തിൽ കുടുംബത്തിന്റെ മേൽ സലാത്ത് ചെല്ലൽ വുജൂബാണ് എന്ന അഭിപ്രായം ഷാഫി മദ്ഹബിൽ തന്നെ വന്നപ്പോ അതൊരു ഫർളാണ് എന്നുള്ള ഒരു പരിഗണന വന്നു. അപ്പൊ ഒരു ഫർളിനെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയാൽ സഹവിന്റെ സുജൂദ് വേണം എന്ന് ഒരഭിപ്രായമുണ്ട്. ഈ രണ്ട് അഭിപ്രായം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ ഫത്വൽ മുഈനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഖൗല് പ്രകാരം ഉടൂലത്തയ്യാത്തിൽ കുടുംബത്തിന് മേൽ സ്വലാത്ത് ചെല്ലൽ വുജൂബാണ്. അതുപോലെ തന്നെ ഒരു അഭിപ്രായത്തിൽ ഖൗലിയായ ഫർദിനെ സ്ഥലം മാറ്റിയാൽ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവുന്ന കാര്യമാണ്, അതുകൊണ്ട് മറന്നു ചെയ്താൽ സുജൂദ് വേണം. ഈ രണ്ട് ഖൗലുകൾ കൂടി സംയോജിപ്പിച്ചാൽ ആദ്യത്തെ അത്തഹിയ്യാത്തിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയാൽ സഹവിന്റെ സുജൂദ് സുന്നത്താകും എന്ന് ഈ കാര്യം ഫത്വൽ മുഈനിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മൗമൂമാണ് ഇമാമിന്റെ പിന്നിൽ നിൽക്കുന്ന സമയത്താണ് ചൊല്ലിയത് എങ്കിൽ ഇമാമ് ചുമക്കും, അവിടെ മൗമൂമ് സുജൂദ് ചെയ്യേണ്ടതില്ല. ഒറ്റക്ക് നിസ്കരിക്കുക ഇമാമോ ആണെങ്കിലാണ് ഇവിടെ സഹവിന്റെ സുജൂദ് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞത്. ഓക്കെ.
അസ്സലാമു അലൈക്കും. തസ്ബീത്ത് താങ്കളുടെ ശബ്ദമൊന്നും കേട്ടില്ല, അതാണ് താഴെ ഇരുത്തിയത്. ഒന്നുകൂടെ മൈക്ക് ചെക്ക് ചെയ്തോളൂ. ഉസ്താദെ, ചോദ്യം, മരിച്ചവർക്ക് കൂടുതൽ മക്കളുണ്ടെങ്കിൽ എല്ലാവരും ചെയ്താൽ അത് ഫർദിൽ പെടുമോ എന്നാണ് ഒരാൾ ചോദിച്ചത്. നേരത്തെ ചോദ്യത്തിന്റെ ഒരു ഉപചോദ്യമായിരിക്കും കരുതുന്നത്. മറ്റൊരാൾ ചോദിച്ചിട്ടുള്ളത്, ഉംറ ചെയ്യുമ്പോൾ കാല് വേദനിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് മുട്ടും കാലില് പ്രത്യേകതരം ഷോക്സ് ഉണ്ട്, അത് ധരിച്ചാൽ, കവർ ധരിച്ചാൽ അത് ഫിദിയ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ്. ഷോക്സ് അല്ല, ഒരു കവറാണ്, അതിട്ട ഫിദിയ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒരാൾ ചോദിച്ചിരുന്നു. അത് ഇന്നലെ നമ്മൾ പറഞ്ഞു, അത് ഇന്നലെ അല്ല മിഞ്ഞാന്ന്. ഞാൻ കേട്ടിട്ടെങ്കിൽ പറയാ, അവിടെ ഫിദിയ വേണ്ടി വരും. ഇങ്ങനെ വേദന കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് അത് ഇടാം, അങ്ങനെ ചുറ്റിക്കെട്ടാം, അതുകൊണ്ട് വിരോധമില്ല. പക്ഷെ ഫിദിയ വേണ്ടി വരും. ഫിദിയ വുജൂബാണ്, ചെയ്യൽ ഹലാലുമാണ്. ഉദറിന് വേണ്ടി ചെയ്തതായതുകൊണ്ട് ചെയ്തുകൊണ്ട് കുറ്റമില്ല, അതുകൊണ്ട് ഉംറ മബ്റൂറാകുന്നതിന് തകരാറുണ്ടാവില്ല. പക്ഷേ ഫിദിയ വേണം. ഫിദിയ എന്ന് പറഞ്ഞാൽ 3-4 ചെയ്താൽ മതി. ഒരുപക്ഷെ 3 ദിവസം നോമ്പ് വിൽക്കുക, അതല്ലെങ്കിൽ 3 സാഴ് അരിയോ ഗോതമ്പോ വാങ്ങിയിട്ട് 6 മിസ്കീന്മാർക്ക് 1/2 സാഴ് വീതമാക്കിയിട്ട് ഹറമിൽപ്പെട്ട 6 മിസ്കീന്മാർക്ക് ഫിദിയന്റെ നിലക്ക് അവർക്ക് സദഖ ചെയ്യുക, അല്ലെങ്കിൽ ഒരാടനെ അറക്കുക. 3-4 ചെയ്യണം. ഫിദിയ വേണം. ഫിദിയ ചെയ്യേണ്ടത് ഈ പെട്ട 3-ൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഒരുപക്ഷെ എളുപ്പപ്പയില് അരി വാങ്ങി കൊടുക്കലാണ്. ഒരു 9 കിലോ ഉണ്ടായ കുറച്ചേറെ ഇക്കാരം, എന്നിട്ട് 1.5 കിലോ ഉള്ള ഓരോ കിറ്റാക്കിയിട്ട് ഓരോ മിസ്കീന്മാർക്ക് അത് ഹറമ് കൊടുക്കും വേണം. അങ്ങനെ 6 മിസ്കീന്മാർക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ 3 ദിവസം നോമ്പ് വിൽക്കുക, അതല്ലെങ്കിൽ ഒരു ആടറക്കുക. ഇഷ്ടമുള്ള ഏതും ചെയ്യാം. ഇതാണ് ഫിദിയ. ഫിദിയ വേണം, ഉജൂബാണ്. 1. പിന്നെ 1-ലധികം മക്കളുള്ള ഒരാള് ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിന് വേണ്ടി ഹജ്ജ് നിർവഹിക്കുന്നു എങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരു ഫർദിലുള്ളൂ. ഒരാൾ ചെയ്താൽ ഫർദ് വിടും. ആണോ ആദ്യം ചെയ്തത് അതോടുകൂടി ഫർദ് വീടി. അതേസമയത്ത് വസിയ്യത്ത് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. വാപ്പ മരിക്കണതിന് മുമ്പ് മക്കളെ എനിക്ക് വേണ്ടിയിട്ട് ഹജ്ജ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഉംറ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവർക്കും ചെയ്യാം. ഇല്ലെങ്കിൽ ജീവിതത്തിൽ ചെയ്യാത്തത് കൊണ്ട് ചെയ്യുക എന്നുള്ളവർക്ക് ഒരാളെ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യാം. എങ്ങനെ? അവനവന് വേണ്ടി ചെയ്യുകയും എന്നിട്ട് അതിന്റെ പ്രതിഫലത്തെ വാപ്പാക്ക് വേണ്ടി അതിയാക്കുകയും ചെയ്യാം. അത് എത്രയും ചെയ്യാം. അതിപ്പോ നമ്മൾ കത്തോതി ദ്വാരക്കും പോലെ ഉള്ളൂ. ഇപ്പൊ 40 കത്തോതുന്നുണ്ട്, 60 കത്തോതുന്നുണ്ട്, 100 കത്തോതുന്നുണ്ട് ഒക്കെ ഉണ്ടല്ലോ. എന്നതുപോലെ എത്ര വേണമെങ്കിലും ചെയ്യാം. അവനവന് വേണ്ടി ചെയ്യുക. എന്നിട്ട് അതിന്റെ സവാബ്, അതിന്റെ പ്രതിഫലം ഇന്ന ആളുടെ ഹദറത്തിലേക്ക് ഞാൻ അതിയാക്കി, അള്ളാഹു ആ പ്രതിഫലം നീ അവർക്ക് എത്തിച്ചു കൊടുക്കണമേ എന്ന് ദുആ ചെയ്താൽ കൂലിയ കൊണ്ടും കിട്ടും. സാങ്കേതികമായിട്ട് ഫർളായ ഹജ്ജ് ഒരാൾക്ക് വേണ്ടി ഒരാളാണ് ചെയ്യേണ്ടത്. ഏറെ ചെയ്യണമെങ്കിൽ വസിയ്യത്ത് വേണം. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദേ, ഞാൻ കഫീല് നമുക്ക് ഇടയ്ക്ക് കാശ് തന്നു കണ്ട് പറയും, എല്ലാവർക്കും ഓരോ ലഭം വാങ്ങിക്കൊടുത്തു, 100 റിയാലൊക്കെ തന്നിട്ട് എല്ലാവർക്കും എന്തെങ്കിലും വെള്ളം വാങ്ങിക്കൊടുക്കാൻ പറയും. അപ്പൊ നമുക്ക് ഈ പൈസ അത് എടുത്തിട്ട് പാവപ്പെട്ടവർക്ക് വല്ല സഹായത്തിനും ഇങ്ങനെ കൊടുക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. ദുആ വസിയത്താണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താണ് ആ കഫീല് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ഏകദേശം നമുക്ക് അറിയുമെങ്കിൽ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഉദാഹരണം, ഒരാള് ഒരു 100 റുപ്യ എടുത്തിട്ട് ചായ കുടിച്ചോളി എന്ന് പറഞ്ഞു. സാധാരണ നമ്മളെ നാട്ടിലുള്ള ഒരു ശൈലിയാണത്. ഇപ്പോ ഒരു വീട്ടുകാരൻ, ഒരു മൂല്യാരിറ്റി ഉണ്ട്, മൂല്യാരിറ്റി ചെലവിന് ഓണോർത്തുനിന്ന് വീട്ടുകാരൻ ഒരു ദിവസം ഒരു 10 റുപ്യ കൊടുത്ത് അല്ലെങ്കിൽ 25 റുപ്യ കൊടുത്ത് മൂല്യാരിറ്റി ചായ കുടിച്ചോളി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു ഉസ്താദിന് 100 റുപ്യ കൊടുത്തിട്ട് ചായ കുടിച്ചോളി എന്ന് പറഞ്ഞു. ഇതുകൊണ്ട് ഉദ്ദേശം എന്താണ്? ഇത് നിങ്ങൾ കയ്യിൽ വെച്ചോളി, ഇത് എന്റെ വക നിങ്ങൾക്ക് അറിയാണ് എന്നാണ് മിക്കവാറും ഉദ്ദേശം ഉണ്ടാവില്ല. അത്രേ ഉദ്ദേശമുള്ളെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. അതല്ല, ചായ കുടിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് ചായ കുടിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ,
അല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ വാക്കർത്ഥമല്ല നോക്കുന്നത്, ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായാൽ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ വ്യാപകമായുള്ള ഫത്വൽ മുഈനിൽ ആ കാര്യം മഖ്ദൂം തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരാള് ചായ കുടിച്ചോളി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചോറ് വെച്ചോളി എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ കൊടുത്താൽ അതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതിന് ഭക്ഷണം വാങ്ങി കഴിക്കണം എന്നാണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ അങ്ങനെയല്ല. തവസ്സുത്ത് ഒരു സൗകര്യത്തിന് വേണ്ടി ഒരു നമുക്ക് എന്തെങ്കിലും ഹദിയായിട്ടോ അല്ലെങ്കിൽ സദഖയായിട്ടോ ഒക്കെ തരിക എന്നേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. കൈമടക്ക് എന്നൊക്കെ പറയണില്ലേ, അത്രേ ഉദ്ദേശമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് അയാൾ തന്ന സദഖയായിട്ട് കൂട്ടിയാൽ മതി, അത് നമുക്ക് സൗകര്യമുള്ളത് ചെയ്യാം. എന്നതുപോലെ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് അസിർ വാങ്ങി കുടിച്ചോളൂ അല്ലെങ്കിൽ മന്തി വാങ്ങി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സംഖ്യ തന്നു കൂട്ടിക്കോളൂ, അതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്നത് മന്തി വാങ്ങി കഴിക്കൽ തന്നെയാണെന്ന് നമുക്കറിയാം എങ്കിൽ അതിന് തന്നെ പറ്റുള്ളൂ. അല്ല, അത് നമുക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഹൈറിന് വേണ്ടിയിട്ട് തന്ന ഒരു അത്രയേ ഉള്ളൂ, ഒരു സദഖ ആയിട്ട് ഒരു ധർമ്മമായിട്ട് തന്നതാണ് എന്നാൽ അതിനനുസരിച്ച് ചെയ്യുക. ഇത് നമുക്ക് ഇയാളുടെ പെരുമാറ്റത്തിൽ നിന്നിട്ടോ വാക്കിൽ നിന്നിട്ടോ സന്ദർഭത്തിൽ നിന്നോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ മുമ്പിലുള്ളവർ എടുക്കുന്നത് കാണുന്നില്ല, അതുകൊണ്ട് എടുത്തതാണ്. ഉസ്താദ്, ഒരാള് എനിക്ക് ചോദിച്ചതാണ്, നിസ്കാരക്കുപ്പായത്തിൽ ഹുജാല മുക്കാമോ? ഈ നിസ്കാരക്കുപ്പായം കഫൻ പുടവയാക്കുമ്പോൾ ഹുജാല മുക്കിയത് പറ്റുമോ? അതിൽ സംസം കൂടെ ചേർത്താൽ പറ്റുമോ എന്നാണ് ചോദ്യം. ഉസ്താദ് കേട്ടിട്ടുണ്ടെന്ന് ഇരിക്കുന്നു. ഞാൻ മൈക്കിൾ വിളിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കുമുസ്സലാം. നിസ്കാരക്കുപ്പായത്തിന് ഉജാല പോലത്തത് മുക്കൽ കറാത്താണെന്നാണ് ഫത്വൽ മുഈനിലൊക്കെ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞത്. അതായത് വസ്ത്രം നിർമ്മിക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അതിൽ ചായ മുക്കൽ കറാത്താണെന്ന്. അതിൽപ്പെട്ടതാണല്ലോ ഇപ്പൊ ഈ ഉജാല മുക്കല്. പണ്ടൊക്കെ നീല മുക്കുക എന്നാ പറയുന്നത്. അപ്പൊ നീലല്ലാതായില്ലേ, അതിന്റെ അടുക്കുണ്ടായി നീല പൗഡർ, അപ്പൊ അതൊക്കെ പോയിട്ട് ഉജാലയാക്കിന്ന്. സൂപ്പർ വൈറ്റ്. അത് ഏതായാലും അത് കറാഹത്ത് പെടും, മനസ്സിലായില്ലേ? ഹറാമില്ല, നിസ്കാരം ചെയ്യാൻ നടക്കൂല, പക്ഷേ ഒഴിവാക്കലാണ് നല്ലത്. കാരണം സുന്നത്തിനെതിരാണ്, കറാഹത്താണെന്ന് ഇമാമിയങ്ങൾ ഫിഖ്ഹിന്റെ കിതാബുകളിൽ വ്യക്തമായി പറഞ്ഞ കാര്യമാണല്ലോ. അപ്പം നല്ലോണം കഴുകി വൃത്തിയാക്കിയാൽ മതി, അലക്കി വൃത്തിയാക്കുക. അതിൽ സൂപ്പർ വൈറ്റ് പോലെയുള്ള കളറ് മുക്കാതിരിക്കലാണ് വേണ്ടത്. കളർ മുക്കിയാൽ കറാഹത്താണ്, വിളിച്ചെടുത്തണ്ടല്ലോ കറാഹത്തായാൽ നമ്മളെ ഇബാദത്തിന് കൂലി കുറയും എന്നതുപോലെ ഇങ്ങനെയുള്ള ഈ കളർ മുക്കാത്തതാണ് കഫൻ ചെയ്യാനും സുന്നത്ത്. കഫൻ ചെയ്യുന്നതിനും ഈ നീലമുക്കല് അതുപോലെ തന്നെ സൂപ്പർ വെയിറ്റ് മുക്കലൊക്കെ കറാഹത്താണ്. അതേ സമയത്ത് സംസം മുക്കുന്നത് വളരെ നല്ലതാണ് ബറക്കത്തിന്. എന്താ അറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്ത് കയ്യും മുഖവും കഴുകി വായിൽ വെള്ളം കൊപ്പിളിച്ച് ഒരു ബക്കറ്റിലാക്കി ആ ബക്കറ്റ് വെള്ളം സംസത്തിൽ ഒഴിക്കാൻ പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ഞു കീറി ഹൃദയം പുറത്തെടുത്ത് 4 പ്രാവശ്യം കഴുകപ്പെട്ടിട്ടുണ്ട്. ഈ 4 പ്രാവശ്യം കഴുകാൻ ഉപയോഗിച്ചത് സംസം വെള്ള. അപ്പൊ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയം കഴുകാൻ ഉപയോഗിച്ച അള്ളാഹു പടച്ച വെള്ളങ്ങളിൽ 2ാം സ്ഥാനത്തുള്ള വെള്ളം, ഒന്ന് ഹബീബിന്റെ കയ്യിൽ നിന്നിട്ട് മുഅ്ജിസത്തായിട്ട് ഉറവ് വെട്ടിയ വെള്ളമാണ്, ലോകത്തെ ഏറ്റവും മുന്തിയ വെള്ളം. അത് കഴിഞ്ഞാൽ പിന്നെ ഹൗദുൽ കൗസറിന്റെ വെള്ളത്തിനെക്കാട്ടിലും മുന്തിയ വെള്ളമാണ് സംസം വെള്ളം. കാരണം എന്താ, ഹബീബിന്റെ കൽബ് കഴുകാൻ ഉപയോഗിച്ച വെള്ളം. അതിലൊക്കെ പുറമെ അവിടുന്ന് വുളൂ ചെയ്ത് വായിൽ വെള്ളം കൊപ്പിളിച്ച് മുഖം കഴുകി കയ്യൊക്കെ കഴുകിയ വെള്ളം ഒരുമിച്ച് കൂട്ടി ഒരു ബക്കറ്റിൽ എടുത്തിട്ട് ആ ബക്കറ്റ് വെള്ളം അതിൽ ഒഴിക്കാൻ പറഞ്ഞതാ. അപ്പൊ ഹബീബിന്റെ ബറക്കത്ത് നിറഞ്ഞ വെള്ളം, ആ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ കഫൻ തുണിയിൽ സംസം മുക്കുകയാണെങ്കിൽ വളരെ നല്ലതാ. ബർക്കത്തിന് വിധിവിലക്കിന്റെ വകുപ്പിലല്ല, ബർക്കത്ത് എന്ന് പറഞ്ഞ ഈമാന്റെ വകുപ്പിലാണ്. അപ്പൊ അത് വിശ്വാസം ആദരവും ഉള്ളവർക്ക് അതുകൊണ്ട് ഒരുപാട് ഫലം കിട്ടും, ദുന്യാവിലും കിട്ടും, നാളെ ഖബറിലും കിട്ടും. ഈ പറഞ്ഞ കഫൻ ചെയ്യാൻ ഉപയോഗിച്ചാൽ ഖബർ ഇടുങ്ങാതിരിക്കാനും അതുപോലെ തന്നെ ഖബറിൽ അദാബില്ലാതിരിക്കാനും ഒക്കെ അത് പലപ്പോഴും. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമിനീര് കലർന്ന വെള്ളാണല്ലത്. ആ നിലക്ക് ഈമാനുള്ള ആളുകൾക്ക്, അല്ലാത്തവർക്കൊക്കെ ബോഡി വേസ്റ്റ് ആണ്, ആ കൂട്ടത്തിൽ നമ്മൾ കൂട്ടണ്ട. ഈമാനുള്ള മോമിനീങ്ങളെ സംബന്ധിച്ച് അത് തബറുക്കാണ്, അത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ.
അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? നേരത്തെ മൈക്ക് കട്ടായി പോയതാണ്. എൻ്റെ സംശയം, നമ്മളിപ്പോ മാമുമായിട്ട് തുടരുമ്പോ, ഇമാമിനെ തുടരുമ്പോ, ഇപ്പോൾ സാധാരണ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചില പാകിസ്ഥാനികളോ ഉത്തരേന്ത്യക്കാരൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവർ ഖുർആൻ ഓതുമ്പോൾ ഇപ്പോൾ നമുക്ക് ആ കേൾക്കുമ്പോൾ തോന്നും അതെന്തോ ഒരു ശരിയായിട്ടില്ല എന്നുള്ളൊരു തോന്നൽ. പക്ഷെ കറക്റ്റായിട്ട് പറയാൻ അപ്പം നമ്മളൊക്കെ അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ആ ഇമാമിനെ കുറിച്ചൊരു തെറ്റായ ഒരു ധാരണ നമുക്കുണ്ടാവും. അതായത് ഇമാമിനെ അറിയില്ലേ, അങ്ങനെ ഇമാമിനെ കുറിച്ച് ധരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ വിധി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈക്കും. ഖിറാഅത്തിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണത്. വളരെ വ്യക്തമായി തെറ്റ് വരുത്തുന്ന ഖിറാഅത്ത് ഏത് നാട്ടുകാർ ഓതിയാലും അങ്ങനെയുള്ളവരോട് തുടർന്ന നിസ്കാരം തന്നെ ചെയ്യാവില്ല. അപ്പൊ ഉദാഹരണം, ഈ വടക്കേന്ത്യക്കാര്, പാകിസ്ഥാനുകാര്, അതായത് ഉറുദു മേഖലയിൽ താമസിക്കുന്ന ആളുകൾ പ്രത്യേകം ഉസ്താദന്മാരിൽ നിന്നിട്ട് പരിശീലനം നേടാത്തവരൊക്കെ വൈരിൽ മഗ്സൂബി അലൈഹിം വലസ്സാലിൻ ഓതുക എന്ന് പറഞ്ഞാൽ ഉറുദു ഭാഷയിൽ സായ്, വാ, വാദ് ഇതെല്ലാം ഒരേ ശബ്ദത്തിലാ വരിക. ഒക്കെ ഒരു തരം സായിന്റെ ശബ്ദാ വരിക. അപ്പൊ വൈരിൽ മഗ്സൂബി അലൈഹിം വലസ്സാലിൻ ഓതിയാൽ ആ നിസ്കാരം നമ്മള് മദ്ഹബ് അനുസരിച്ച് ബാത്തിലാണ്, ഖിറാഅത്ത് ബാത്തിലാണ്. അങ്ങനെയുള്ള ഒരാളോട് തുടർന്നാൽ നിസ്കാരം സഹിയാവുന്നതല്ല. അപ്പൊ ഓത്ത് മഖ്റജ് അനുസരിച്ച് ഏകദേശം തന്നെയെങ്കിലും ശരിയാകാത്ത നിലക്ക് 100% ഒപ്പിച്ച ഓത്തോളൊന്നില്ല. എന്നാൽ ഒരു പാസ് മാർക്കിന് വേണ്ട ശരാശരി മഖ്റജ് ഒത്ത് ഓതുന്നുണ്ട് എന്ന് ഉറപ്പ് വേണമെന്നില്ല. ഓതുന്നില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ അങ്ങനത്തെവരോട് തുടരാൻ പാടില്ല. അത് ഉറുദു മേഖലയിൽ നിന്നുള്ള ആളുകളെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പല നിലക്കും നമ്മളുമായിട്ട് മാറ്റേണ്ട. ആ ഉറുദു ശൈലിയിൽ ഓതിയിട്ട് മാറ്റം വരും. എന്നാൽ അവരിൽ നിന്നിട്ട് പഠിച്ച ആളുകളുണ്ട്, അവരുടെ ഒത്ത് വളരെ ശരിയായിരിക്കും, അങ്ങനത്തെവരോട് തുടരാം. അതേസമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മഗ്സൂബി അലൈഹിം വലസ്സാലിൻ എന്നൊക്കെ ഓതുന്ന പോലെയാണെങ്കിൽ നിസ്കാരം തന്നെ സഹിയല്ല. നമ്മളെ മദ്ഹബ് അനുസരിച്ച് നിസ്കാരം സഹിയല്ലാത്തവനോട് തുടർന്നാൽ നമ്മളെ നിസ്കാരം ജമാഅത്തിന്റെ കൂലി കിട്ടൂല എന്നല്ല, നിസ്കാരം തന്നെ നഷ്ടപ്പെട്ടു പോകും. അപ്പോ അങ്ങനെ ഇയാളുടെ ഓത്ത് ശരിയല്ല എന്ന് ധാരണ ഉണ്ടെങ്കിൽ അയാളോട് തുടരാൻ പാടില്ല. മനസ്സിലായില്ലേ? വെറും സംശയമായതുകൊണ്ട് കാര്യമില്ല. ഒരു പക്ഷേ നമുക്ക് ബോധ്യപ്പെട്ട ഉറപ്പാടം, അതല്ലെങ്കിൽ ഉറപ്പായതുപോലെയുള്ള ഏകദേശ ധാരണ എത്തണം. അതാ നീ ഓതാൻ പറ്റും ശരിക്കും കിട്ടുന്ന ആളാണെന്നുള്ള നിലയ്ക്ക് നമ്മൾ തുടർന്ന് നോക്കുമ്പോൾ ഇയാളെ ഓത്ത് ഇങ്ങനെ നമ്മൾ കേട്ടു, ഓത്ത് സഹിയാവൂല എന്ന് കണ്ടാൽ ഉടനെ വിട്ടുപിരിയൽ ഉജൂബാണ്. ഇല്ലെങ്കിൽ നമ്മളെ നിസ്കാരം കൂടി ബാത്തിലാവും. ഓക്കെ. അതേ ഒരിക്കുന്ന ആളാണ് എനിക്ക് അതൊന്നും തുടർന്ന് നോക്കുമ്പോൾ ഇയാളെ ഓത്ത് ഇങ്ങനെ നമ്മൾ കേട്ടു. ഉസ്താദിന്റെ റെക്കോർഡ് നിങ്ങളവിടെ വെച്ചോളി, നമുക്ക് സൗകര്യം പോലെ പിന്നെ പ്ലേ ചെയ്യാം കേട്ടോ, ആവശ്യം വരും. പിന്നെ ഉസ്താദെ ഒരു ചോദ്യം, നമ്മള് പിന്നെ ജമാഅത്തില് നിസ്കരിക്കുമ്പോൾ, അതായത് വലിയ ജമാഅത്താണ്, ഒരുപാട് ആളുകളുള്ള ജമാഅത്താണ് എങ്കിൽ ആ സമയത്ത് നമുക്ക് നിസ്കാരത്തിന്റെ പകുതിയിലോ മറ്റോ കീവായി പോയി നമ്മുടെ ഒളു മുറിഞ്ഞു കഴിഞ്ഞാൽ ആ നിസ്കാരം കഴിയുന്നത് വരെ നമുക്ക് അവിടെ നിൽക്കാനും പറ്റില്ല, നിസ്കരിക്കാതെ നിൽക്കാനും പറ്റില്ല, അവിടുന്ന് ഇടയിലൂടെ പോരാനും പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിസ്കാരം അത് അങ്ങനെ ഇതിൽ തുടരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഉദു മുറിഞ്ഞുപോയി, കീവായി പോവുക മറ്റോ ചെയ്ത് ഉദു മുറിഞ്ഞുപോയി. എന്നാൽ അവിടുന്ന് പോരണമെങ്കിൽ കുറെ സഫ് മുറിച്ച് കടന്ന് പോരണം. തന്നെയല്ല ആളുകളുടെ ഇടയിൽ എന്താണ് എന്ന് സംശയം വരും. ഈ സാഹചര്യത്തിൽ അവിടെ നിന്ന് നിസ്കരിക്കുമ്പോൾ അഭിനയിക്കാൻ പറ്റുമോ എന്ന് പാടില്ല, തെറ്റാണ്. മറിച്ച് നമ്മളെ മാനം കെടുക്കാൻ ഇസ്ലാമോട്ട് തയ്യാറുമല്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞത് ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മളെ ഇവിടേക്കാവുമ്പോൾ ഒന്നിരിക്കൽ ടവലോ അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ഏതെങ്കിലും കൂട്ടി മൂക്ക് അടച്ചു പിടിച്ച് ആളുടെ ഇടയിൽ കൂടെ മെല്ലെ അങ്ങോട്ട് വേഗം പുറത്തു കാടണമെന്ന്. എന്തിനാന്ന് വെച്ചാൽ മൂക്കിന്ന് രക്തം വരിക എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ, പലർക്കും ഉണ്ടാവും. ഈ ചൂട് കാലമൊക്കെ ആയാൽ ചില ആളുകൾക്ക് കൂടെ ഉണ്ടാവും. ഇത് ഒരു രോഗമാണ്. അപ്പൊ കാണുന്ന ആളുകളുടെ കാഴ്ചയിൽ ഇയാൾക്ക് മൂക്കിന്ന് ചോര വന്നിട്ട് നിസ്കരിക്കാൻ വയ്യാതെ പോവുകയാണെന്ന് കരുതിക്കോട്ടെ എന്ന നിലക്ക് മൂക്കും വായും ഇങ്ങനെ എന്തുകൊണ്ടെങ്കിലും ടിഷ്യൂ പേപ്പറോ ടവലോ പോലത്തത് കൊണ്ട് മൂക്ക് അടച്ചു പിടിച്ചിട്ട് ആളുടെ കൂടെ പുറത്തു പോരാ വേണ്ടത്.
എന്തിനാന്ന് വെച്ചാല് ഇവന് ഇടയ്ക്ക് വെച്ചിട്ട് കീവായി പോയി പോവുകയാണെന്ന് പറയുമ്പോൾ ഒരു ഐബാണല്ലോ. അങ്ങനെ ഒരു ഐബിലായിക്കൊണ്ട് ഒരാളെ മാനം കെടുക്കാൻ ഇസ്ലാം തയ്യാറല്ല. എന്നാൽ വുദൂ ഇല്ലാതെ നിസ്കാരം അഭിനയിക്കുന്നത് ഹറാമുമാണ്, അത് വരും പാടില്ല. അതുകൊണ്ട് മാനം കാത്തുകൊണ്ട് അവിടുന്ന് പുറത്തു വന്ന് രണ്ടാമത് വുദൂ എടുത്ത് പോയിട്ട് തുടർന്ന് നിസ്കരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ നിന്ന് നിസ്കരിക്കാൻ പാടില്ല. ഇങ്ങനെ വയന്നു പോരും വേണ്ട, നല്ലോണം അടച്ചു പിടിക്കുക. അപ്പൊ കാണുന്നവർക്ക് ഇതെന്തോ മൂക്കുന്നെന്തോ ഒലിച്ചു വരുന്നുണ്ട് എന്ന് സംശയം തോന്നുന്ന നിലക്ക് അപ്പൊ എന്താവും, ഒരു മാനക്കേട് ചിലപ്പോൾ ഒരു രോഗമാണല്ലോ. അങ്ങനെ ചെയ്യാൻ വേണ്ട, അല്ലാതെ അവിടെ നിസ്കരിക്കുന്നത് പോലെ അവിടെ നിന്ന് അഭിനയിക്കാൻ പാടുള്ളതല്ല. അസ്സലാമു അലൈക്കും. ആരും മൈക്ക് എടുക്കാത്തോണ്ട് അടുത്താണ്. കേൾക്കുന്നുണ്ടല്ലോ സാർ? എന്റെ സംശയം, നജസുള്ള വസ്ത്രം സ്ഥിരമായി ധരിച്ചു നടക്കുന്നതിന്റെ വിധി എന്താണ്? നജസായ വസ്ത്രങ്ങൾ സ്ഥിരമായിട്ട് നമ്മൾ റൂമിന്റെ ഉള്ളിലോ അല്ല പുറത്തോ അത് ഇട്ട് ധരിച്ചു നടക്കുന്നതിന്റെ പ്രത്യേകമായ ഇസ്ലാമിക വിധി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അസ്സലാമു അലൈക്കും. നജസ് ആയ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് കേടൊന്നുമില്ല. നിസ്കാരം പോലെയുള്ള സന്ദർഭങ്ങളിൽ ഒഴിവാക്കി മറ്റു സമയങ്ങളിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. എന്നാൽ നജസ് ശരീരത്തിൽ പുരട്ടാൻ പാടില്ല എന്നാ, അത് ഹറാമാ. ആവശ്യത്തിനല്ലാതെ, പ്രത്യേക ചികിത്സക്കോ മറ്റോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ലാതെ നജസ് പുരട്ടാൻ പാടില്ല. അങ്ങനെ പുരട്ടിയാൽ അത് കഴുകി വൃത്തിയാക്കൽ വുജൂബാണ്. അതേ സമയത്ത് പുരട്ടിയതല്ല, നജസായിപ്പോയതാണ്. അതുപോലെ തന്നെ വസ്ത്രത്തിൽ നജസ് പുരട്ടിയതല്ല, നജസായിപ്പോയതാണ്. എന്നാൽ നിസ്കരിക്കുന്ന സമയത്ത് പോലെയുള്ള ഇബാദത്തുകളുടെ സമയത്ത് അത് മാറ്റിവെക്കുക, ശരീരത്തിലാണെങ്കിൽ കഴുകി വൃത്തിയാക്കുക, അത്രേ ചെയ്യലേ നിർബന്ധമുള്ളൂ. മറ്റ് സമയത്ത് നിർബന്ധമില്ല, ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റുമില്ല. ഇപ്പൊ ഉദാഹരണം, നമ്മളെ വസ്ത്രത്തിൽ എന്തോ നജസായിരുന്നു, ഇപ്പൊ മൂത്രോ അതല്ലെങ്കിൽ മതിയോ മറ്റോ ആയ വസ്ത്രമാണ്, ആ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം മനഃപൂർവ്വം നമ്മൾ പുരട്ടിയതൊന്നും അല്ലല്ലോ, ആയിപ്പോയതാണ്. എന്നാൽ നിസ്കാരം പോലെയുള്ള ഇബാദത്തിന്റെ സമയത്ത് അത് ഒഴിവാക്കുകയും മറ്റു സമയത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കേടില്ല. എന്നാൽ ശരീരത്തിലോ വസ്ത്രത്തിലോ ശറഈയായ കാരണങ്ങളോ ഉണ്ടെങ്കിലല്ലാതെ പുരട്ടാൻ പാടുള്ളതല്ല. അങ്ങനെ പുരട്ടിയാൽ കഴുകി വൃത്തിയാക്കൽ വുജൂബാവുകയും ചെയ്യും. അസ്സലാമു അലൈക്കും. മയ്യത്ത് നിസ്കാരത്തിന്റെ സഫ് നിൽക്കുന്ന രൂപം ഒന്ന് വിവരിക്കുക ഉസ്താദ്. രണ്ടാമത്തെ ചോദ്യം, പിതാവിന്റെ സ്വത്ത് പോലെ തന്നെ ഉസ്താദെ മാതാവിന്റെ സ്വത്തും മക്കൾക്ക് അവകാശവും പിതാവിന്റെ അതേ അവകാശം തന്നെയാണോ മാതാവിന്റെ സ്വത്തവകാശവും മക്കൾക്ക്? ഒന്ന് വിശദീകരിക്കാം. രണ്ടും ഒരുപോലെ തന്നെ. മാതാവിന്റെ സ്വത്തും പിതാവിന്റെ സ്വത്തും മക്കളെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസവുമില്ല, രണ്ടും ഒരേ നിലക്കാണ്. ലിർരിജാലി നസീബും മിമ്മാ തറക്കൽ വാലിദൂന വല്ലഖറബ് വാലിദാനി വല്ലഖറബൂൻ വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വല്ലഖറബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസുറ നസീബൻ മഫ്റൂദാ. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു, ആ മക്കൾക്ക് ഉമ്മവാപ്പമാരുടെ സ്വത്തിൽ അവകാശമുണ്ട്, പെമ്മക്കൾക്കും ഉമ്മവാപ്പമാരുടെ സ്വത്തിൽ അവകാശമുണ്ട്. ആദ്യം അങ്ങനെ പറഞ്ഞു. എന്നിട്ടാണ് ആ മക്കളും പെമ്മക്കളും ഉണ്ടെങ്കിൽ പെമ്മക്കൾക്ക് ആ മക്കളുടെ പകുതി എന്നും, അല്ല പെമ്മക്കൾ മാത്രമാണെങ്കിൽ ഒരു മകളാണെങ്കിൽ സ്വത്തിന്റെ പകുതി എന്നും, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ സ്വത്തിന്റെ 1/3 എന്നും, ആണും പെണ്ണും ഉണ്ടെങ്കിൽ പെണ്ണിന്റെ ഇരട്ടി ആണിന് അഥവാ ആണിന്റെ പകുതി പെണ്ണിന് എന്ന് ഇത് ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അത് ആദ്യം തന്നെ ഉമ്മാന്റെ സ്വത്തിലും വാപ്പാന്റെ സ്വത്തിലും മക്കൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഈ അവകാശത്തിൽ ഉമ്മയുടെ സ്വത്ത് വീതം വെക്കുന്നതിലും വാപ്പന്റെ സ്വത്ത് വീതം വെക്കുന്നതിലും ആ മക്കൾക്ക് അവകാശം വരുന്നതിൽ യാതൊരു മാറ്റവും ഉണ്ടാവൂല. ഉമ്മാന്റെ സ്വത്ത് ഒരു വെക്കുമ്പോഴും ആ മക്കൾക്ക് ഇരട്ടിയും പെമ്മക്കൾക്ക് അതിന്റെ പൗതിയും, വാപ്പാന്റെ സ്വത്ത് ഒരുക്കാണെങ്കിലും ആ മക്കൾക്ക് ഇരട്ടിയും പെമ്മക്കൾക്ക് അതിന്റെ പൗതിയും. അങ്ങനെയാണ് ഉമ്മാന്റെ സ്വത്തിന്റെയും വാപ്പാന്റെ സ്വത്തിന്റെയും രണ്ടിന്റെയും അവകാശം. അതിൽ ഉമ്മാന്റെ സ്വത്ത് എന്ന വേർതിരിവോ വാപ്പാന്റെ സ്വത്ത് എന്ന വേർതിരിവോ ഇല്ല. അത് ഖുർആൻ തന്നെ വളരെ വ്യക്തമായി നസ്സാക്കി പറഞ്ഞ കാര്യമാവുന്നു. അല്ലോ
പിന്നെന്തേ രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചു എന്റെ ഓർമ്മയിലില്ല. മയ്യത്ത് നിസ്കാരത്തിന്റെ സൊഫിലെ ആർക്കില്ല. മയ്യത്ത് നിസ്കാരത്തിന്റെ സൊഫില് ഒരു വ്യത്യാസമുണ്ട്, ബാക്കിയൊക്കെ ഒരുപോലെ. എന്താണ് ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ആളുകൾ കുറവാവുകയും മയ്യത്ത് നിസ്കരിക്കാൻ ആളുകൾ കുറവാവുന്ന സമയത്ത് ഉള്ളവരെ കൊണ്ട് 3 സൊഫാക്കൽ സുന്നത്തുണ്ട്. ആ ഒരു വ്യത്യാസമാണ് മറ്റു നിസ്കാരവുമായിട്ടുള്ളത്. ഉദാഹരണം, ആകെ 10 ആളുണ്ട് എന്ന് വെച്ചോളി. നിങ്ങള് ഒരു മയ്യത്ത് കൊണ്ടുവന്നപ്പോ ആകെ 10 ആളേ ഉള്ളൂ. ഒരു സൊഫിൽ നിൽക്കാനല്ലേ ഉള്ളൂ ഇപ്പോൾ. എന്നാൽ അവിടെ ഒരാൾ ഇമാമായിക്കുക, തൊട്ട് ബേക്കിൽ 3 ആൾ ഒരു സൊഫായിട്ട് നിൽക്കുക, അതിന്റെ ബേക്കിൽ 3 ആള് രണ്ടാമതൊരു സൊഫായിട്ട് നിൽക്കുക, അതിന്റെ ബേക്കിൽ 3 ആള് വേറെ സൊഫായിട്ട് നിൽക്കുക. അപ്പൊ 9 ആള് 3 സൊഫുകളിലായിട്ട് നിൽക്കുക, ഇമാമ് നിൽക്കുക. ഇത് മയ്യത്ത് നിസ്കാരം മറ്റു നിസ്കാരങ്ങളുമായിട്ടുള്ള വ്യത്യാസം. മറ്റു നിസ്കാരത്തിന് അത് പറ്റൂല. ഒരു സൊഫ് പൂർത്തിയായതിനു ശേഷമേ രണ്ടാം സൊഫിൽ നിൽക്കാൻ പാടുള്ളൂ. അല്ലാതിരുന്നാൽ രണ്ടാം സൊഫ് നിൽക്കുന്നവർക്ക് കൂലി കിട്ടൂല. മയ്യത്ത് നിസ്കാരത്തിൽ അങ്ങനെയല്ല. 3 സൊഫിൽ കുറയാതിരിക്കുക ആളുണ്ടെങ്കിട്ടോ എന്ന് പറഞ്ഞാൽ, ഇനിയിപ്പോ 10 ആളില്ല, ഉദാഹരണം 7 ആളാണ്, എന്നാ ഒരാൾ ഇമാം വന്നു, 2 ആൾ ഒന്നാം സൊഫിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദയവേതായാലും മൈക്ക് എടുക്കല്ലേ. ഉസ്താദിൽ നിന്ന് മൈക്ക് പോയതാണ്. ഉസ്താദ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്തോളൂ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ. ആരും മൈക്ക് ലോക്ക് ചെയ്ത് വെക്കരുത്. ഇത്തരം ഇതിൽ ക്ലാസ് നടക്കുമ്പോൾ ചിലപ്പോൾ നെറ്റൊക്കെ സ്ലോ ആണെങ്കിൽ 1 സെക്കൻഡൊക്കെ മൈക്ക് പോവും ചിലപ്പോൾ. ഉസ്താദ് ശബ്ദം കേൾക്കാം. ഉസ്താദ് DC ആണ്. ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് തിരിച്ചു വരും. ചോദിക്കാം ഇൻഷാ അല്ലാഹ്. PM ൽ ചോദ്യം തന്ന ആളുകൾ അലച്ച കാട്ടേണ്ടതില്ല. ഉസ്താദ് വന്നാൽ ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, തൽക്കാലം മൈക്ക് റിലീസ് ചെയ്യാണ്. അല്ല, എന്താ അറിയോ, ചോദ്യം തന്നിട്ട് അതിന്റെ മേലെ പിന്നെ 3-4 ബുസും കൂടി അടിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അലച്ച കാണിക്കണ്ടെന്ന് പറഞ്ഞത്. ഞങ്ങളെ നാടൻ മലപ്പുറം പ്രയോഗത്തില് അർജന്റ് കൂട്ടണ്ട എന്നുള്ളതിന് ഞങ്ങൾ പറയുന്നൊരു വേർഡാണ്. അതെ അതെ അതെ. അപ്പോ ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് വരട്ടെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങളൊക്കെ ചോദിക്കാം അല്ലേ. ചെറുപ്പം ഉസ്താദ് 1 മിനിറ്റ് ഒന്ന് മൈക്കെടുക്കോ ഉസ്താദ് വരുന്നത് വരെ. പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, മറ്റൊരു ഉസ്താദാണല്ലോ നമ്മുടെ റൂമിലെ മറ്റൊരു ഉസ്താദാണ്. നമ്മുടെ അബൂഷാക്കർ ഉസ്താദിന്റെ സ്വന്തം ആളാണ്. തൽക്കാലം ഇൻഷാ അല്ലാഹ് അബൂഷാക്കർ ഉസ്താദ് വരുന്നത് വരെ ചെറുപ്പ് ഉസ്താദ് മൈക്കിൽ നിൽക്കട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉസ്താദ് ഓൺലൈനിൽ കാണുന്നില്ലല്ലോ. ഉസ്താദ് ഓൺലൈനിൽ കാണുന്നില്ല. ഓൺലൈനിൽ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ ചോദ്യമൊക്കെ ഉസ്താദ് വന്നിട്ടുണ്ടോ? ഉസ്താദ് ചോദ്യങ്ങളൊക്കെ ഉസ്താദിനോട് തന്നെ ചോദിക്കാം. ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് ആധികാരികമായ മറുപടി മാഷാ അല്ലാഹ് നമുക്ക് ലഭിക്കും. നമുക്കതൊന്നും അൽഹംദുലില്ലാഹ് ഒരു മുതൽക്കൂട്ടാണ്. നമ്മുടെ ഉസ്താദന്മാരുടെ പിന്നെ മറുപടികളൊക്കെ ഉസ്താദ് വന്നിട്ടുണ്ട്. ഉസ്താദ് കൈപൊക്കണം. റൂമിലെത്തിയിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് സംസാരിച്ചതിൽ നിന്ന് പിന്നെ മയ്യിത്ത് നിസ്കാരത്തിൽ 7 ആളുണ്ടായാൽ ഒരാൾ ഇമാമ് നിൽക്കണം എന്നുള്ളത് മാത്രം കേട്ടു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കേട്ടിട്ടില്ല. ബാക്കി ഉസ്താദ് പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് ശേഷം മൈക്ക് എനിക്കാണുള്ളത് എന്ന് അറിയിക്കുകയാണ്. മൈക്ക് 7 ആളുണ്ടെങ്കിൽ ഒരാൾ ഇമാമിക്കുക, 2 ആള് ഒന്നാം സഫ് വെക്കുക, പിന്നെ 2 ആള് രണ്ടാം സഫ് വെക്കുക, പിന്നെ 2 ആള് മൂന്നാം സഫ് വെക്കുക. അപ്പൊ 3 സഫായി. ഒരു സഫിൽ 2 ആള് വീതം ഇമാമും. അതിൽ കുറഞ്ഞാൽ പിന്നെ വേണ്ടയില്ല. അപ്പൊ ചുരുങ്ങിയത് 2 ആളെങ്കിലും ഒരു സഫിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ ഉള്ള ആളുകളെ കൊണ്ട് 3 സഫാക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അതിന് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിലുണ്ട്,
3 സൊഫ് മോമിനീങ്ങൾ ഒരു മുഅ്മിനായ മയ്യത്തിന്റെ മേൽ നിസ്കരിച്ച് അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുപാർശ സ്വീകരിച്ച് അദ്ദേഹത്തിന് ആ ദുആക്ക് ഉത്തരം ചെയ്യുമെന്ന്. അപ്പൊ അതിനു വേണ്ടി 3 സൊഫാക്കൽ സുന്നത്തുണ്ട്. പക്ഷേ ഒരു സൊഫിൽ 2 ആളെങ്കിലും വരുന്ന എണ്ണത്തിൽ കുറയുകയാണെങ്കിൽ പിന്നെ 3 ആക്കേണ്ടതില്ല. ഈ ഒരു വ്യത്യാസം, അതായത് 3 സൊഫ് ആക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന വ്യത്യാസം മാത്രമാണ് മയ്യിത്ത് നിസ്കാരം മറ്റു നിസ്കാരവുമായി സൊഫിലുള്ള വ്യത്യാസം. മറ്റുള്ളത്, അതായത് സൊഫ്, ഒരു സൊഫ് അടുത്ത സൊഫുമായി 3 മുഴം അകന്ന് നിൽക്കുക, സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കുക, 1-ാം സൊഫ് പൂർത്തിയായതിനു ശേഷം 2-ാം സൊഫ് നിൽക്കുക എന്നീ കാര്യങ്ങൾ എല്ലാം സാധാരണ നിസ്കാരം പോലെ സുന്നത്താണ്, ധാരാളം ആളുകൾ ഉണ്ടെങ്കിൽ. പക്ഷേ ഒരു വ്യത്യാസം എന്താന്ന് ചോദിച്ചാല്, ആളുകൾ ധാരാളമുണ്ട്, പള്ളി സൗകര്യം കുറവാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ അടുത്തടുത്ത് നിന്ന് നിസ്കരിക്കാവുന്നതാണ്. കാരണം റുക്കൂഉം സുജൂദും ഒന്നും ഇല്ലല്ലോ. പക്ഷേ അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ആരും ഇമാമിങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല. സ്ഥലം സൗകര്യമില്ലാതെ ആള് വർദ്ധിച്ചു വരുന്ന സമയത്ത് അങ്ങനെ ചെയ്യാവുന്നതാണ് എന്നല്ലാതെ സാധാരണഗതിയിൽ എല്ലാ നിസ്കാരത്തിനും നാം എങ്ങനെയാണോ സൊഫ് കെട്ടേണ്ടത് അതേ രീതിയിൽ തന്നെയാണ് മയ്യിത്ത് നിസ്കാരത്തിനും സൊഫ് കെട്ടേണ്ടത്. നമ്മുടെ നാട്ടിൽ ചില പള്ളിക്കൽ വന്നാൽ തീപ്പെട്ടിക്കൊള്ളി അടുക്കി വെച്ചേക്കാണ് നിസ്കാരത്തിന് മയ്യിത്തുകാരത്തിന് സൊഫ് കെട്ടുക. എന്നിട്ട് ആൾക്കാർ പറയും ചെയ്യും, കുറച്ചാളേ ഉണ്ടാവുള്ളൂ, ഇങ്ങോട്ട് അടുത്തേക്കീൻ. എന്തിനടുത്തേക്കണ്? സാധാരണ പോലെ നിസ്കരിക്കാൻ 1 മുഴം വിട്ടുകൊണ്ട് സൊഫ് കെട്ടിയാൽ തന്നെ നിസ്കരിക്കാൻ സ്ഥലമുണ്ട് എങ്കിൽ പിന്നെ അങ്ങനെ തന്നെയാണ് നിസ്കരിക്കേണ്ടത്. കണക്കിലേറെ ആളുണ്ട്, പള്ളി കൊള്ളാൻ മാത്രമല്ല, എന്നാ പിന്നെ അടുത്ത് നിന്നോട്ടെ, അതുകൊണ്ട് വിരോധമില്ല. അപ്പൊ സൊഫ് കെട്ടേണ്ട വ്യത്യാസം, ആളുകൾ കുറയുമ്പോൾ 3 സൊഫിൽ പൂർത്തിയാക്കാൻ പറ്റുമെങ്കിൽ 3 സൊഫാക്കി നിസ്കരിക്കൽ സുന്നത്തുണ്ട്. അവിടെ 1-ാം സൊഫിൽ സ്ഥലം ഉണ്ടായിട്ടും 3 സൊഫ് എന്ന സുന്നത്ത് കിട്ടാൻ വേണ്ടി 2-ാം സൊഫിലും 3-ാം സൊഫിലും നിൽക്കുന്നു എന്നതുകൊണ്ട് തകരാറില്ലെന്ന് മാത്രമല്ല, അവിടെ എല്ലാ 3 സൊഫിലുള്ളവർക്കും 1-ാം സൊഫിൽ നിന്ന് കൂലി കിട്ടുകയും ചെയ്യും. അതൊരു പ്രത്യേകത. കാരണം എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു സൊഫ് കെട്ടാനുള്ള ആളെ ഉള്ളൂ. ഇവര് ഈ ഒരു സൊഫ് കെട്ടാതെ 3 ആക്കിയത് കൊണ്ട് ഉദ്ദേശിക്കുന്ന മയ്യത്തിന്റെ മേൽ 3 സൊഫ് ആള് നിസ്കരിക്കാന്ന. അത് കിട്ടാൻ വേണ്ടി ആയതുകൊണ്ട് ഇവർക്ക് 1-ാം സൊഫിൽ നിസ്കരിച്ച കൂലി തന്നെ കിട്ടും. ഇതല്ലാത്ത വ്യത്യാസമൊന്നുമില്ല. സാധാരണ പോലെ തന്നെ 3 മുഴം അകന്നുകൊണ്ട് നിസ്കരിക്കാണ് വേണ്ടത്. വേണമെങ്കിൽ സ്ഥലം സൗകര്യം ഇല്ലാത്ത സാഹചര്യത്തിൽ അടുത്ത് നിൽക്കാവുന്നതാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, ഞാനൊരു വിഷയം പറയാൻ വേണ്ടി പറഞ്ഞതായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ മിനിഞ്ഞാന്ന് വഫാത്തായി. ഇന്നലെ 12 മണിയോട് കൂടിയിട്ട് ഖബറടക്കം ചെയ്തിരുന്നു. ഉസ്താദ് പ്രത്യേകം മക്കളത്തിന് വേണ്ടി ദുആ ചെയ്യണം. കൂട്ടത്തിൽ സംശയമുള്ളത്, നമ്മൾ ഹോസ്റ്റലുകളിൽ പെൺകുട്ടികൾ പഠിക്കുമ്പോൾ അവർ ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഒരു ഇമാമപ്പെട്ട ഒരു കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ട് അവർ ഇതേമാതിരി മൂക്ക് പൊത്തിക്കൊണ്ട് പുറത്തു പോകുമ്പോൾ മറ്റുള്ള കുട്ടികളുടെ ഇടയിലൊരു വഷളത്തരത്തിന് സാധ്യത ആവൂലേ എന്ന് സംശയം. മൂക്ക് പൊത്തിക്കൊണ്ട് പോണേന് എന്തിനാ ഹബീബ് വഷളാണ്? അതേ സമയത്ത് പാവാട പൊത്തി പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിലല്ലേ ആനക്കേടുള്ളൂ. മൂക്ക് പൊത്തി പിടിക്കാൻ ഒരു രോഗാണ്. മൂക്കുന്ന് ചോര വരിക എന്ന് പറയുന്നത് ഒരു രോഗമാണ്, പെട്ടെന്ന് വരുന്ന. അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും ഇയാൾ പുറത്തു പോകുന്നത് അദ്ദേഹത്തിന് മൂക്കുന്ന് ചോര ഒലിക്കുന്നുണ്ടാകും എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാൻ വേണ്ടി അവര് യഥാർത്ഥത്തിൽ ഒരു മൂടലാക്കലാണത്. മറ്റുള്ളവരൊരു മൂടലാക്കലാണ്. എങ്കിലും ഒരാളെ മാനം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂടലാക്കൽ ചെയ്യാം, അതാ പറഞ്ഞത്. അല്ലാതെ ഈ കുട്ടി ഇടക്കുന്ന നീച്ചു പോകുമ്പോൾ സംശയം ഉണ്ടാകുക, കുട്ടി എന്തിനാ പോണത്, കുട്ടിക്ക് മെൻസസ് തുടങ്ങിയോ എന്നൊക്കെ മറ്റുള്ള പെൺകുട്ടികൾക്ക് സംശയം തോന്നും. ഇങ്ങനെ മൂക്കൊത്തി പിടിച്ചു പോയാൽ ആ സംശയം തോന്നൂലല്ലോ. അവിടെ നിന്ന് കരിക്കാൻ എന്തായാലും പാടില്ല, അത് ഹറാമാണ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, നേരത്തെ ഈ സഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ നമ്മളൊരു സുഹൃത്ത് റിയാദിൽ നിന്ന് വിളിച്ച് പറഞ്ഞ ഒരു ചോദ്യമാണ്. നമ്മളിവിടെ സൗദിയിലൊക്കെ പിന്നെ പള്ളികളിൽ 2 ഭാഗത്തും ആളുകൾക്ക് നടന്നു പോകാൻ സഫ് ഒഴിവാക്കി 2 ഭാഗത്ത് ചുമരിനോ അടുപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് നടന്നു പോകാൻ പാത ഒരുക്കാറുണ്ട്. അപ്പോൾ
അവിടെ വെച്ചുകൊണ്ട് യഥാർത്ഥ സഫ് മുറിയാണ് രണ്ട് ഭാഗത്തും. ഇങ്ങനെ സഫ് മുറിഞ്ഞാൽ അവിടെ നിസ്കരിക്കും നമുക്ക് അതിന്റെ ജമാഅത്തിന്റെ കൂലി കിട്ടുമല്ലേ എന്നുള്ളൊരു സംശയമാണ്. ഇപ്പം മയ്യിത്ത് വിഷയത്തിലും അതങ്ങനെ വരുന്നുണ്ട്. മയ്യിത്ത് ഏഴാളാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടാൾ നിൽക്കുമ്പോൾ അവിടെ ഒരു സഫിന്റെ ഒരു കണക്ക് എന്ന് പറഞ്ഞാൽ ആ രണ്ടാൾ തന്നെയാണ്. അപ്പോൾ സാധാരണ നിസ്കാരത്തിൽ അങ്ങനെ പള്ളി രണ്ട് സൈഡിലും നടന്നു പോകാൻ പാതയുണ്ടായാൽ വഴിയുണ്ടായാൽ നമുക്ക് സഫ് മുറിച്ച വിധിയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണമായി ജമാഅത്തിന് കൂലി കിട്ടുമല്ലോ എന്നൊരു സംശയമാണ്. ആയിക്കോട്ടെ. നമ്മൾ സഫിനൊരു അതിർത്തി കണക്കാക്കിയാൽ ആ അതിർത്തി പൂർത്തിയാവുന്നത് വരെയാണ്. സഫിന്റെ അതിർത്തി കണക്കാക്കി അതിന്റെ അപ്പുറം വഴിയായി കുറച്ചു നേരം വിട്ടിട്ടുണ്ടെങ്കിൽ അത് സഫിൽ കൂട്ടേണ്ടതില്ല. പണ്ട് കൂട്ടുമൽ ഉസ്താദിനോട് ഒരിക്കൽ ഇസ്കാലി വെച്ച് ഞാൻ അങ്ങനെ സംഗതി വന്നതുകൊണ്ട് തന്നെയാണ് പള്ളിയും പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന താഴ്വരയും, താഴ്വര പള്ളിയായിട്ട് വഖഫ് ചെയ്തിട്ടില്ല, പക്ഷേ പള്ളിയുടെ അതേ തൂക്കത്തിൽ തന്നെയാണ്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇമാമ് മധ്യത്തിലാകുക എന്ന് പറയുമ്പോ ഈ താഴ്വര കൂടി അതിൽ പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എടാ ഒരാൾ മൈതാനിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ മശ്രിഖ് മഗ്രിബ് ഒന്നായിട്ട് കൂട്ടുകയാണോ എന്ന് തിരിച്ചു ചോദിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞു, നമ്മൾ നിസ്കരിക്കാനുള്ള ഒരു ബൗണ്ടറി കണക്കാക്കും, ആ കണക്കാക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മസ്അലകൾ കണക്ക് കൂട്ടേണ്ടത്. ചോദ്യത്തിൽ പറഞ്ഞതുപോലെ സഫിനൊരു ബൗണ്ടറി കണക്കാക്കി, സതുദ്ദേശത്തോടു കൂടി നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ആളുകൾ നടന്നു പോകരുത് എന്ന നിലക്ക് രണ്ട് സൈഡിലും വഴിയായിട്ട് വിട്ടു. അത് വഴിയായി പരിഗണിച്ചുകൊണ്ട് സഫ് ബാക്കിയുള്ള സ്ഥലത്ത് കെട്ടി ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു വഴിയായിട്ട് ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട്. പക്ഷെ അത് വഴി എന്നുള്ള ആൾക്ക് വിട്ടാൽ അത് സഫിൽ കൂട്ടേണ്ടതില്ല. നിശ്ചയിക്കപ്പെട്ട ബൗണ്ടറി, ആ ബൗണ്ടറി കണക്കാക്കിയിട്ട് അതിന്റെ മധ്യത്തിൽ ഇമാമ് നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണക്ക് കൂട്ടിയാൽ മതി എന്നാണ് അന്ന് ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദ് വിശദീകരിച്ച് പറഞ്ഞത്. അത് തന്നെയാണ് ഇവിടെയും പ്രായോഗികമാക്കാവുന്നത് എന്ന് മനസ്സിലാവുന്നു. സോ ഒന്നാം സഫ് പൂർത്തിയാകാതെ രണ്ടാം സഫിൽ നിൽക്കുക, മൂന്നാം സഫിൽ നിൽക്കുക എന്നാൽ മയ്യിത്ത് നിസ്കാരത്തിന് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്കൊക്കെ ഒന്നാം സഫ് പൂർത്തിയായതിന്റെ ശേഷം തന്നെയാണ് രണ്ടാം സഫിൽ നിൽക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി ഇതിൽപ്പെട്ട കുറച്ചു സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് സഫിൽ കൂട്ടേണ്ടതില്ല. ഹലോ, അസ്സലാമു അലൈക്കും. സോറി, ഞാൻ നേരത്തെ മൈക്കിന്റെ അടുത്തെത്തിയ ഒരാളാണ്. സിസ്റ്റം കംപ്ലൈന്റ് ആയതുകൊണ്ട് രണ്ടാമത് റൈസ് ഹാൻഡ് ചെയ്ത് വന്നതാണ്. ഉസ്താദ്, ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിന്റെ അടുത്ത് എന്തെങ്കിലും ഒരു പന്തികേട് കണ്ടാല്, അല്ലെങ്കിൽ ഇമാം വഹാബിയാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലായാല് ഇമാമിൽ നിന്ന് വിട്ടുപിരിയാലോ? ഈ വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരുപാട് ആളുള്ള ജമാഅത്താകുമ്പോ നമുക്ക് നമ്മളെ ഇഷ്ടപ്രകാരം ഇന്തിഖാലാത്തിന് പോക്കുവരവുകൾക്ക് ഒരു തടസ്സം ഉണ്ടാവുമല്ലോ. ഇമാമിൽ നിന്ന് വിട്ടു പിരിയുകയും ചെയ്തു, നമുക്ക് റുക്കുവിലേക്കും സുജൂദിലേക്കും പോയി വരാൻ ബുദ്ധിമുട്ടുമാണ് ഇമാമ് പോകുന്നതിന്റെ മുമ്പ് മറ്റുള്ള ആളുകൾ കാണും എന്ന നിലക്ക്. അപ്പോ ഈ ഇമാമിന്റെ പോക്കുവരവുകൾക്ക് വേണ്ടി നമ്മൾ വിട്ടു പിരിഞ്ഞതിന്റെ ശേഷം ഇമാമിനെ കാത്തു നിൽക്കുന്നത് ശരിയാണോ? എന്റെ ചോദ്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അസ്സലാമു അലൈക്കും. ഇങ്ങനെ ഉദാഹരണം തുടരാൻ പറ്റാത്ത സാഹചര്യം നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തോന്നി, തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം സംജാതമായി. അങ്ങനെ ഇമാമുമായി മുഫാറഖത്ത് ചെയ്തു, ഇമാമുമായി വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ജമാഅത്തിൽ നിന്ന് വേർപിരിഞ്ഞെങ്കിലും പ്രവൃത്തിയിൽ അയാളെ പിന്തുടരാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്റെ ചുരുക്കം. അതായത് ഇദ്ദേഹത്തെ മനഃപൂർവ്വം അമിതമായി കാത്തു നിൽക്കുന്ന അവസ്ഥ വരാതെ നമ്മുടെ ദിക്റുകള് ഖുറാത്ത് പോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് നീട്ടി ഏകദേശം പ്രവൃത്തിയിലൊപ്പം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ അയാൾ വരാൻ വേണ്ടിയിട്ട് മാത്രം ആവശ്യമില്ലാതെ നീട്ടേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് നിസ്കാരത്തിനെ ബാധിക്കും. ഉദാഹരണം, നമ്മൾ ഫാത്തിഹ ചെറിയൊരു സൂറത്ത് ഓതി വേറെ റുക്കുവിൽ പോകുകയാണെങ്കിൽ ഇമാമ് വലിയ സൂറത്താ ഓതുന്നത്, അവിടെ നമ്മൾക്ക് വലിയ സൂറത്ത് കിട്ടുമെങ്കിൽ ആ വലിയ സൂറത്ത് ഓതുക, അല്ലെങ്കിൽ കിട്ടുന്ന സൂറത്തുകൾ ഓതിക്കൊണ്ട് നീട്ടാൻ അതിന് വിരോധമില്ല. അതുപോലെ തന്നെ റുക്കുവിൽ 3 അല്ല 7 അല്ല 11 വട്ടം ചൊല്ലിയിട്ടും ഇയാള് ഇത്തിതാഴിക്ക് വന്നിട്ടില്ല, എന്നാൽ വീണ്ടും ദിക്ർ കൊണ്ട് നമുക്കും നീട്ടാവുന്നതാണ്. ഇങ്ങനെ സുന്നത്തായ അമലുകളെ കൊണ്ട് ദീർഘിപ്പിച്ച് അയാളുടെ പ്രവൃത്തിയോട് ഏകദേശം യോജിപ്പിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് വിരോധമില്ല.
അയാളോടൊപ്പമാകാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാത്തു നിൽക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ബാങ്ക് വിളിച്ചത് കൊണ്ട് തൽക്കാലം ഒരുപാട് ആളുകൾ ഇനിയും കൈപൊക്കി നിൽക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ നാളെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോ UAE ജമാഅത്തൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നമ്മളെ KKM സയ്യിദ് ഉസ്താദിനെ കാണുന്നില്ല, എന്താണെന്നറിഞ്ഞില്ല, മനസ്സിലായിട്ടില്ല. KKM സയ്യിദ് ഉസ്താദ് ഉണ്ടെങ്കിൽ അദ്ദേഹം വരും, അതില്ലെങ്കിൽ വാടാനപ്പള്ളി ഉസ്താദോ ഇവരാരെങ്കിലും തുടരുകയാണെങ്കിൽ ചോദ്യകർത്താക്കൾക്ക് കുറച്ചുകൂടി സമയം അവരുടെ സംശയം തീർക്കുന്നതുവരെ തുടരാം. ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ഈ സാധാരണ സമയത്ത് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ക്ലാസ് ഉണ്ടാവും എന്ന് ഉണർത്തുന്നു. നമ്മുടെ അബൂബാസിത്ത് ഉസ്താദ് ബാപ്പ തീരെ ഗുരുതരമായ അവസ്ഥയിൽ കിടക്കുകയാണ്. വളരെ വിഷമകരമായ അവസ്ഥയാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ വന്നിട്ടൊരു മാസമായിട്ട് 1.5 മാസം ആകണുള്ളൂ. എങ്കിലും അവിടെ വീട്ടിൽ അദ്ദേഹം വേണം എന്ന് വാപ്പക്ക് നിർബന്ധമുള്ളത് കൊണ്ട് പോവുകയാണ്. വാപ്പക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ദുആ ചെയ്യാനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതാണ് PMR കല്ലിങ്ങൽ, ഇയാൾ ഉമ്മാക്ക് ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. PMR കല്ലിങ്ങൽ എന്ന് പറയുന്ന ആളെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, സ്നേഹജനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾക്കൊക്കെ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആയിക്കോട്ടെ. അള്ളാഹു മരണപ്പെട്ടു പോയവരുടെ ആഖിറം അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ വല്ല തെറ്റുകുറ്റങ്ങളോ വീഴ്ചകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹലായ ഫദ്ൽ കൊണ്ടും അവന്റെ അംബിയ ഔലിയാക്കന്മാരുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടും ഇൽമിന്റെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ടും അള്ളാഹു തആല എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടം അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷമാക്കി കൊടുക്കുമാറാകട്ടെ. പറഞ്ഞു വെക്ക്, ഈ അബൂബാസിത്തുകാരുടെ സഖാഫി ഉസ്താദ് തന്നെ അദ്ദേഹത്തിന്റെ വാപ്പ വളരെ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. അള്ളാഹു തആല ആയുസ് എത്തിയതാണെങ്കിൽ വിഷമത്തിലും മശക്കത്തിലുമാക്കാതെ അവസാനം ആഖിബത്ത് നന്നാക്കി ഈമാൻ സലാമത്താക്കി റാഹത്തുള്ള മൗത്ത് കൊടുക്കുമാറാകട്ടെ. ആയുസ് ഉണ്ടെങ്കിൽ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ ഇനിയിപ്പോൾ ഓരോരുത്തരടിക്കേണ്ട ആവശ്യമില്ല, മൊത്തം എല്ലാവർക്കും നമ്മൾ ഒന്നിച്ചു ദ്വാരക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്ന അബൂ സഫ്വാൻ അബൂവാസിത്തല്ല ആകട്ടെ, അബൂ സഫ്വാൻ ഉസ്താദ്, അത് പറഞ്ഞ വ്യത്യാസപ്പെട്ടു പോയത്. എന്നാലും എനിക്ക് ആളെ നല്ല ഓർമ്മയുണ്ട്, ആളെ പേരും അറിയാം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചെടുത്ത് മാറൂല. അബൂ സഫ്വാൻ ഉസ്താദ് അത് സഖാഫി ഉസ്താദാണ്, നമ്മുടെ സജീവ പ്രവർത്തകനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആ വാപ്പ വളരെ ഗുരുതരാവസ്ഥയിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല ഒരു ഹുസ്നുൽ ഖാത്തിമത്ത് നൽകുമാറാകട്ടെ. ആയുസ് അള്ളാഹു തആല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഷിഫ നൽകുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മളിൽ നിന്നിട്ട് മരണപ്പെട്ടു പോയ പലരും ഉണ്ട്. ഉമ്മവാപ്പമാര് മരണപ്പെട്ടു പോയവരുണ്ട്, കൂട്ടുകുടുംബങ്ങളിൽപ്പെട്ട പലരും മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെയൊക്കെ ആഖിറം അള്ളാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ബന്ധപ്പെട്ടവർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആശുപത്രിയിലുള്ളവരും അതുപോലെ തന്നെ ഓപ്പറേഷൻ വേണം എന്ന് പറയപ്പെട്ടവരുണ്ട്, അതുപോലെ തന്നെ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയും ആഫിയത്തും ദീർഘായുസും നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കന്മാര്, സാദാത്യങ്ങള്, നേതാക്കന്മാര്, അതിന്റെ പ്രവർത്തകന്മാർക്കൊക്കെ അള്ളാഹു തആല ആഫിയത്തും സലാമത്തും നൽകുമാറാകട്ടെ. എല്ലാവിധ ശത്രുക്കളുടെയും വിരോധികളുടെയും മുബ്തദിയങ്ങളുടെയും എല്ലാ ശർറിനെ തൊട്ടും അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും അള്ളാഹു തആല വളർത്തുമാറാകട്ടെ. അതിനുവേണ്ടി സേവനം ചെയ്യുന്ന പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു തആല ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. രോഗികളായി കിടക്കുന്ന എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾക്കും അള്ളാഹു തആല ആഫിയത്തും ഷിഫാവും നൽകുമാറാകട്ടെ. ദീർഘായുസ് അവന്റെ ഖിദ്മത്തിലായി, അവന്റെ ദീനിന്റെ ഖിദ്മത്തിലായി, അവന്റെ ത്വാഅത്തിലായി അള്ളാഹു തആല നൽകുമാറാകട്ടെ. ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം സുന്നി ഗ്ലോബൽ വോയിസ്. ആത്മീയ നേതാക്കളുടെ ആശീർവാദങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായ ആഗോള സുന്നി ജാലകം. ആശയ സംവാദങ്ങളിലൂടെ ആദർശ വൈരികളുടെ മുനയൊടിച്ച വൈജ്ഞാനിക വിപ്ലവം. സുന്നി ഗ്ലോബൽ വോയിസ്. മുസ്ലിം ലോകം അത്യാവേശത്തോടെ ഉറ്റുനോക്കുന്ന വിജ്ഞാന വിരുന്നു. അതിഗഹനമായ ആദർശ ചർച്ചകൾ, ആവേശകരമായ ഖുർആൻ പഠന പാരായണ ക്ലാസുകൾ,
മാല, മൗലിദ്, ബുർദാസ്വാദനങ്ങൾ, സ്വലാത്ത്, ഹദ്ദാദ്, റാത്തീബ് തുടങ്ങിയ ആത്മീയ സദസ്സുകൾ, പ്രജ്ഞയും പ്രതിഭയുമുള്ള പ്രഗത്ഭരായ പണ്ഡിതരുടെ പ്രഭാഷണങ്ങൾ പഠിക്കാനും പകർത്താനും ഇതാ സുന്നി ഗ്ലോബൽ വോയിസ്. അനുദിനം വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പറക്കുന്ന ഏക സുന്നി വിപ്ലവജാലകം. അതെ, സുന്നി ഗ്ലോബൽ വോയിസ്. ഒപ്പം ജീവിത വ്യവഹാരത്തിന്റെ വ്യത്യസ്ത മേഖലകളിലെ ഉന്നതങ്ങളിൽ വിരാജിക്കുന്ന പ്രമുഖരുടെ പഠന ക്ലാസുകളും. സുന്നി ഗ്ലോബൽ വോയിസ് ക്ലാസ് റൂമിൽ ഇന്ന് തന്നെ നിങ്ങളും കണ്ണികളാവുക. സന്ദർശിക്കുക www.sunniGlobalVoice.com. ഇപ്പോൾ www.mobile.sunniGlobalVoice.com എന്ന സൈറ്റ് വഴി മൊബൈലുകളിലും ലഭ്യമാണ്. സുന്നി ഗ്ലോബൽ വോയിസ്, ആഗോള ഗ്രാമത്തിലെ ആദർശ ജാലകം.